ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതിന് ബാക്കി കാര്യങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. ക്ലോറോസിസ്, നെക്രോസിസ്, ഡിലേഡ് ഫ്ലവറിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത് അഥവാ ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, അതിന് കാരണമായ മിനറൽസിന്റെ ഡെഫിഷ്യൻസി ഒക്കെയാണ് അല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോക്സിസിറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസിന്റെ ടോക്സിസിറ്റി എന്തോ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു മാക്രോ എലിമെന്റ്സുകൾ കൂടിയാൽ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ചോറ് അധികം നിന്ന് നമ്മൾ ചത്തൊന്നും പോകുന്നു. പക്ഷേ മൈക്രോ ന്യൂട്രിയൻസ് കൂടിയാൽ ടോക്സിക് ആണ് എന്ന് പറയും. ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഉറക്ക ഗുളിക കൂടുതൽ കഴിച്ചാൽ ചത്തു. ഒരെണ്ണം കഴിക്കേണ്ട ഉറക്ക ഗുളിക 10 കഴിഞ്ഞ് ചത്തു. പക്ഷെ ഒരു തവി ചോറിന് 10 തവി ചോറിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ടോക്സിസിറ്റി ഉണ്ടാകും. അതാണ് അല്ലേ. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമാണ് ചെടിക്ക്. പക്ഷെ ഒരു നിശ്ചിത അളവ് കഴിഞ്ഞാൽ അത് വിഷമാകും. എത്ര വരെ ആകാം? 10 mg/kg/dry weight എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ മാക്സിമം. അതിന്റെ 10% കൂടിയ മൈക്രോ ന്യൂട്രിയൻസിന്റെ 9 ആകേണ്ടതെങ്കിൽ 9.9 ആയിക്കഴിഞ്ഞാൽ വിഷമാണ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസിന്റെ സാധാരണഗതിയിൽ കുറവായി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. ശരിയാണ്, മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞാൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അത് എസെൻഷ്യൽ എലമെന്റ് ആയത്. പക്ഷെ കൂടിയാൽ അത് വിഷമാണ്. എത്ര വരെ ആകാം? ആകാവുന്നതിന്റെ 10% കൂടിയാൽ പോലും അത് വിഷമാണ്. 10 മാക്സിമം ആകാവുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ 10.1 ആയി കഴിഞ്ഞാൽ വിഷമാണ്. മനസ്സിലാക്കുന്നത്? ഇനി പറയാൻ വന്നത് വൺ എലമെന്റ് എക്സസ് പ്രിവെന്റ് അബ്സോർഷൻ ഭാരതം. ഒരു മൈക്രോ ന്യൂട്രിയൻ കൂടിക്കഴിഞ്ഞാൽ ആശാൻ വിഷമാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയൊന്നും ചത്തുവല്ല, ഇയാൾ വേറെ ചില എലമെന്റിനെ വലിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല. വിഷമല്ലേ? നിങ്ങൾ ഫാറ്റ് കൂടുതൽ കഴിച്ചാൽ അത് പ്രോട്ടീനെ ദഹിപ്പിക്കാൻ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ദോഷം ദഹിപ്പിക്കാനൊക്കെ അത് വരും. അപ്പൊ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചാൽ അത് ദഹിക്കത്തില്ല, എങ്കിൽ നിങ്ങൾക്ക് ഗുണമില്ലാതായി അല്ലേ. ഇതുപോലെയാണ് വൺ മൈക്രോ ന്യൂട്രിയന്റ് എക്സസ് ആയി കഴിഞ്ഞാൽ അത് മറ്റ് മൈക്രോ ന്യൂട്രിയന്റിനെ വലിച്ചെടുക്കുന്നതുമായി തടസ്സപ്പെടും. അങ്ങനെ ഒരു എക്സാമ്പിൾ പഠിക്കണം. മാംഗനീസ്, Mn മൈക്രോ ന്യൂട്രിയന്റ് ആണ്, സംശയമൊന്നുമില്ലെങ്കിൽ മാംഗനീസ് മൈക്രോ ന്യൂട്രിയന്റ് ആണ്. അത് കൂടിയാൽ അത് സംഭവിക്കുന്നത്. ഇത് കൂടുകയാണെങ്കിൽ ചെടിക്കകത്ത് തന്നെ കാണാൻ ചില ലക്ഷണങ്ങൾ കാണിക്കും. ഡെഫിഷ്യൻ സിംറ്റം കാണിക്കും. അത് കൂടിക്കഴിഞ്ഞാൽ അതൊരു ടോക്സിക് സിംറ്റം കാണിക്കും. ഡെഫിഷ്യൻ സിംറ്റം അല്ല, ടോക്സിക് സിംറ്റം. ഓക്കെ, അങ്ങനെയായിട്ട് ബ്രൗൺ സ്പോട്ട് കാണും. ഇലക്കകത്ത് ബ്രൗൺ സ്പോട്ട് ചുറ്റുമായിട്ട് മഞ്ഞ വരകൾ കാണും. So what is the symptom expressed by the plant when manganese is excess? Leaf will have brown spot covered by chlorotic vein. ക്ലോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞാണ്. ക്ലോറോട്ടിക് വെയിൻ എന്ന് വെച്ചാൽ മഞ്ഞ ഞരമ്പുകൾ ഇങ്ങനെ കാണും. അപ്പോൾ ബ്രൗൺ സ്പോട്ടും അതിനകത്ത് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഞരമ്പുകളും കാണുന്ന അർത്ഥം മനസ്സിലായിക്കോളൂ, മാംഗനീസ് ചെടിയിൽ കൂടുതലാണ്. ഇനി ഇയാൾ ചെയ്യുന്ന കാര്യം കൊടുക്കുക. ഇറ്റ് വിൽ കമ്പീറ്റ് വിത്ത് അയൺ ആൻഡ് മെഗ്നീഷ്യം. അയൺ ആൻഡ് മെഗ്നീഷ്യം ഇതിനെ വലിച്ചെടുക്കാൻ തടസ്സപ്പെടുത്തും. ഇറ്റ് വിൽ കമ്പീറ്റ് വിത്ത് അയൺ ആൻഡ് മെഗ്നീഷ്യം ഇൻ അപ്ടേക്ക്. വലിച്ചെടുക്കുന്ന തടസ്സപ്പെടുത്തും. മാംഗനീസ് ഒന്നും വലിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. അവര് അയണിനെ മെഗ്നീഷ്യത്തെ വലിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. ചില അമ്മമാരെടുത്ത് 3-4 കുട്ടികൾ കാണും അല്ലെ. അമ്മ എന്ന് മൂത്ത കുട്ടി എടുക്കുമ്പോൾ ഇളയ കുട്ടിയൊന്നും സമ്മതിക്കത്തില്ല. എന്നെ എടുത്താൽ മതി, അവർ എടുക്കണ്ട. അപ്പൊ എപ്പോഴേക്കും മൂത്ത കുട്ടി അമ്മയ്ക്ക് എടുക്കാൻ ഇളയ കുട്ടി ഇല്ലാത്തപ്പോൾ എടുക്കണം. അതുപോലെയാണ് മാംഗനീസ് വിൽ പ്രിവെന്റ് ദ അപ്ടേക്ക് ഓഫ് അയൺ ആൻഡ് മെഗ്നീഷ്യം. അത് ആരുടെ ടോക്സിസിറ്റിയാണ്? മാംഗനീസിന്റെ മാംഗനീസ് കൂടി കാണിക്കുന്ന ടോക്സിറ്റി. ഇനി മാംഗനീസ് വിൽ കമ്പീറ്റ് വിത്ത് മെഗ്നീഷ്യം ടു ബൈൻഡ് വിത്ത് എൻസൈം. ഇയാൾ മെഗ്നീഷ്യത്തിനോട് മത്സരിക്കും. ഇതിനാണ് ഈ മെഗ്നീഷ്യം ആക്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന 2 എൻസൈം ഉണ്ട്. ഏതൊക്കെയാണ്? റുഡുസ്കോയും പെപ്റ്റേസും. ക്ലാസ് പഠിച്ചല്ലോ, റുഡുസ്കോയും പെപ്റ്റേസും. ഇവരെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആരാണ്? മെഗ്നീഷ്യമാണ്. പക്ഷെ അവിടെ ആരും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും? മാംഗനീസ് എന്ന് പ്രവർത്തിക്കും. മാംഗനീസ് എന്ന് പ്രവർത്തിക്കുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? എൻസൈം പ്രവർത്തിക്കത്തില്ല അല്ലെ. മെഗ്നീഷ്യമാണ് ആക്ടിവേറ്റർ. മെഗ്നീഷ്യത്തെ അടിച്ചു മാറ്റിയിട്ട് ആരോടെ പോയിരിക്കും? മാംഗനീസ് പോയിരിക്കും. അപ്പം അത് പ്രവർത്തിക്കോ? ഇല്ല. പെട്രോൾ ഒഴിച്ചിട്ട് ഉടനെ കാറാണ്. പെട്രോൾ വലിയ ഡീസൽ ഒഴിച്ചില്ല, പെട്രോൾ ടാങ്കെന്ന് പറയും, പക്ഷെ വണ്ടി ഓടുമോ? ഇല്ല. ഇതേ അവസ്ഥയാണ് അല്ലെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് 2 കുട്ടിയുണ്ട്. ഇളയ കുട്ടിയുണ്ട്, മൂത്ത കുട്ടിയുണ്ട്. അമ്മ വരുമ്പോഴത്തേക്ക് ഇളയ കുട്ടി ഓടിച്ചത് പാൽ കുടിക്കാൻ വേണ്ടി അമ്മയുടെ പുറത്ത് ചാടി കയറുമ്പോഴത്തേക്ക് അവനെ തള്ളി മാറ്റിയിട്ട് മൂത്ത കുട്ടി കയറിയിരിക്കും അല്ലേ. മൂത്ത കുട്ടിക്ക് പാൽ കുടിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഇളയ കുട്ടിക്ക് പാൽ കുടിക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതുപോലെ എന്താണ്? മെഗ്നീഷ്യമാണ് ബൈൻഡ് ചെയ്യേണ്ടത് ആരുമായിട്ട്? റുഡുസ്കോ പെപ്റ്റേസ്. ഇതിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റർ.
പക്ഷെ മെഗ്നീഷ്യം എടുത്ത് കളഞ്ഞിട്ട് ആരെയും ബൈൻഡ് ചെയ്യും, മാംഗനീസ് അത് ബൈൻഡ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് എന്താ പലതില്ല, മെഗ്നീഷ്യം ബൈൻഡ് ചെയ്താല് അവിടെ പ്രവർത്തനം എടുക്കുന്നുള്ളൂ. അപ്പം തടസ്സപ്പെടുത്തി അതാണ്. അടുത്തത് മാംഗനീസ് വിൽ അപ്ടേക്ക് ദ prevent the uptake of iron, magnesium and calcium. So magnesium will prevent the uptake of calcium also. Calcium വലിച്ചെടുക്കും, പക്ഷേ ട്രാൻസ്ലോക്കേഷൻ അറിയും. മാഗ്നീസ് വിൽ പ്രിവെന്റ് ദ ട്രാൻസ്ലോക്കേഷൻ ഓഫ് കാൽഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം മണ്ണിൽ നിന്ന് വേരിലോട്ട് കയറിക്കോ, പക്ഷെ അവിടെ ഇരുന്നാൽ മതി, മേലോട്ട് പോകണ്ട, അവിടെ നിന്ന് ഇരുന്നാൽ മതി. കാൽഷ്യം താഴെ ഇരുന്നാൽ മുകളിലുള്ള ഇലകൾക്ക് സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കാൽഷ്യം ഉണ്ടെങ്കിലേ അവിടെ എന്തുകൊണ്ട് മിഡിൽ സെൽ വാൾ ഉണ്ടാകത്തുള്ളൂ അല്ലേ. കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം വ്യക്തിക്കാണ് മിഡിൽ ലെയർ ഓഫ് സെൽ വാൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് സെൽ ഡിവിഷൻ അവസ്ഥ. സോ വാട്ട് ആർ ദ 3 functions that is done by what are the toxic functions that is done by manganese and it is successful? It compete with the iron and the magnesium for absorption and uptake, to prevent the uptake of iron and magnesium. And it will compete with the magnesium to bind with the enzyme that we produce coanthocase. It will prevent the translocation of calcium. ഈ 3 കാര്യങ്ങൾ മാഗ്നീസ് കാണിക്കുമ്പോൾ ഒരു കർഷകൻ എന്താ വിചാരിക്കേണ്ടത്? ഈ ചെടി ഏതൊക്കെ രോഗലക്ഷണം കാണിക്കും? മെഗ്നീഷ്യം ഇല്ലാത്ത രോഗലക്ഷണം കാണിക്കും, കാൽഷ്യം ഇല്ലാത്ത രോഗലക്ഷണം കാണിക്കും, അയൺ ഇല്ലാത്ത രോഗലക്ഷണം കാണിക്കും അല്ലേ. സത്യം ഇത് 3 മണ്ണിലുണ്ട്, ഉണ്ട്. പക്ഷെ ആരാണ് ഇവിടെ കുഴപ്പക്കാരൻ? മാഗ്നീസാണ്. അപ്പോൾ ഇത് അറിയാവാത്തൊരു കർഷകനാണെങ്കിൽ, ഇതിനെപ്പറ്റി അറിയാത്തൊരു കർഷകനാണ് എന്താ സംഭവിക്കുന്നത്? അയാൾ ഇതിന് ചെടിയിലൊക്കെ നോക്കി കാണാം, ഇലയ്ക്കകത്തുള്ള മഞ്ഞ ബ്രൗൺ സ്പോട്ട്, മഞ്ഞ വരയും കാണും. അപ്പോൾ അയാൾ അപ്പം മനസ്സിലായി എന്താണിത്, ഇത് മാഗ്നീസ് കൂടിയതൊന്നും കുഴപ്പമാണ്. ഒപ്പം തന്നെ അയാൾ ആ ചെടിക്ക് എല്ലാം കാണുന്നു, ഈ മെഗ്നീഷ്യത്തിന്റെ കുറവ് കാണുന്നു, കാൽഷ്യത്തിന്റെ കുറവാണെന്ന്, അയണിന്റെ കുറവ് കാണുന്നു അല്ലേ. പക്ഷെ അയാൾ ഒപ്പം മനസ്സിലായി എന്താണ്, ഇതെല്ലാം മണ്ണിൽ ആവശ്യത്തിലുണ്ടല്ലോ, പക്ഷേ മാഗ്നീസ് കൂടിയതാണ് കുഴപ്പം. അപ്പോൾ അയാൾ മാഗ്നീസ് കുറയ്ക്കാനുള്ള മരുന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പകരം ഇത് അറിഞ്ഞുകൂടാത്തൊരു കർഷകനാണ് എന്ത് ചെയ്യും? കർഷകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് 2 ചേനയും 10 വാഴയും കുറച്ച് മത്സ്യം കർഷകന്റെ കാര്യം പറയുന്നത്. ഏക്കർ കണക്കിന് വിശാലമായി കൃഷി ചെയ്യുന്ന വലിയ പാടശേഖരങ്ങളിൽ കർഷകനാണെങ്കിൽ അയാൾ നോക്കുമ്പോൾ അവരുടെ കൃഷിക്ക് മെഗ്നീഷ്യത്തിന്റെ കുറവ്, അയണിന്റെ കുറവ്, കാൽഷ്യത്തിന്റെ കുറവ്. അയാൾ എന്ത് ചെയ്യുന്നു? ഈ മെഗ്നീഷ്യം അയണും കാൽഷ്യം അടങ്ങിയ വളം വാങ്ങിച്ച് മണ്ണിൽ നിന്ന് തട്ടിക്കൊടുക്കും. പക്ഷേ കുറവിന്റെ കുഴപ്പം മാറത്തില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം മണ്ണിൽ ആൾറെഡി ഉണ്ട്. ആരാണ് പ്രധാനമില്ല? മാംഗനീസ് ആണ്. അപ്പോൾ ഇത് അറിയാത്തൊരു കർഷകൻ എന്താ ചെയ്യേണ്ടത്? ചെടി നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. എന്താണ്? ബ്രൗൺ സ്പോട്ട് വിത്ത് യെല്ലോ വെയിൻ. അപ്പോൾ അയാൾ എന്ത് ചെയ്താൽ മതി? മാംഗനീസ് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അദ്ദേഹം മാംഗനീസ് കുറയ്ക്കാനുള്ളത് അല്ലെങ്കിൽ മാംഗനീസിന്റെ വലിച്ചെടുക്കൽ കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്നുകൾ തളിച്ച് മാംഗനീസിന്റെ ഉള്ള ചെടിയിൽ കുറയ്ക്കുകയാണെങ്കിൽ ഈ രോഗലക്ഷണം മാറും. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാതെ കർഷകർ ഒരുപാട് പണച്ചെലവുണ്ടാവും അല്ലേ. മാംഗനീസ്, മെഗ്നീഷ്യവും അയണും കാൽഷ്യവും ഒക്കെ ധാരാളം വാങ്ങി തട്ടിക്കൊടുക്കും, പക്ഷേ നോ യൂസ്. പക്ഷേ ഇതറിയാത്ത കർഷകൻ ഇതാണ് ചെയ്യുക. അപ്പോൾ ചോദ്യ പുസ്തകത്തിൽ നിന്നുള്ളത് ഈ അറിവ് കർഷകന് ആവശ്യമാണോ അല്ലയോ എന്നോ. ഇന്നത്തെ അഭിപ്രായം ആവശ്യമാണ്, ഇല്ലെങ്കിൽ നഷ്ടമുണ്ടാവും. ഓക്കെ, ഇത് പരാണം കണ്ടു. കാരണം നമുക്ക് വീണ്ടും സമയം ഇങ്ങനെ കളയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അടുത്ത വലിയ കിടക്കാണ്. നിങ്ങൾക്കിത് പരാണം അടിച്ചു കാണും. അടുത്ത മെക്കാനിക്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് എലമെന്റ്. എലമെന്റിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ്? എലമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മിനറൽ എലമെന്റുകളാണ്. മിനറൽ എലമെന്റുകൾ എപ്പോഴും അയോണുകളായിട്ടാണ് വലിച്ചെടുക്കുക. ഇത് റൂട്ട് ഹെയർ നേരത്തെ പഠിച്ചതാണ്. ഇതിനകത്ത് ഇന്നർ സ്പേസ് ഉണ്ട്, ഔട്ടർ സ്പേസ് അറിയാം. ഇത് ഔട്ടർ സ്പേസ്, ഇത് ഇന്നർ സ്പേസ്. എന്താണ് ഇന്നർ സ്പേസ് എന്ന് പറഞ്ഞാൽ? ഇന്നർ സ്പേസ് ഇസ് സ്പേസ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ആൻഡ് സെൽസ് ആണ്. സ്പേസ് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രേൻ ആൻഡ് സെൽ വാൾ ഈസ് കോൾഡ് ഔട്ടർ സ്പേസ്. ഇവിടെ ഒരു അയൺ ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ Na+ അല്ലെങ്കിൽ NH3- ഇതൊക്കെ അയോണുകളാണ്. അയാൾ ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല. കാര്യം എന്താ? സെൽ വാൾ ഒരു പ്യൂരിബിൾ മെംബ്രേൻ ഈസി ആയിട്ട് വിൽക്കണം പറയും. പക്ഷെ അവിടെ നമുക്ക് കിടക്കണമെങ്കിൽ എനർജി വേണം. കാരണം പ്ലാസ്മ മെംബ്രേൻ എനർജി ഉണ്ടെങ്കിൽ കിടക്കും. അതുകൊണ്ട് മൂവിംഗ് അയൺ ഇൻ ടു ദ ഔട്ടർ സ്പേസ് ഈസ് പാസീവ് ആൻഡ് ഇന്നർ സ്പേസ് ഈസ് ആക്റ്റീവ്. മനസ്സിലായല്ലോ? മൂവ്മെന്റ് ഓഫ് അയൺ ഇൻ ടു ദ ഔട്ടർ സ്പേസ് ഈസ് പാസീവ് ആൻഡ് ഇന്നർ സ്പേസ് ഈസ് ആക്റ്റീവ്. ഇനി പറയാൻ പോകുന്നത് ഒരു അയൺ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. ഇതൊരു Na+. Na+ ഇവിടെ ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇതിനെ വിളിക്കണം ഫ്ലക്സ്. ഫ്ലക്സ് എന്നറിയാം. മൂവ്മെന്റ് ഓഫ് അയൺ ഫ്രം എ റീജിയൻ ടു അനദർ സ്പേസ് ഇസ് കോൾഡ് ഫ്ലക്സ്. അയണുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്ന ഫ്ലക്സ് എന്നാണ്.
ഇൻഫ്ലക്സ്. ഇനി ഒരു സെല്ലിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്, രണ്ട് സെല്ലാണ്. ഇത് സെല്ലിനകത്തെ പ്രവേശിച്ചാണ് ഇൻഫ്ലക്സ്. മൂവിങ് into a cell is called influx and outer to a cell is called efflux. Efflux. Movement of ion is called flux. Movement of ion into a cell is called influx. Movement of ion into an outer space is called, അല്ലെങ്കിൽ into outer side of a cell is called efflux. ഇതെന്തോ പഠിക്കാൻ കൊച്ചു കാര്യമില്ല, പക്ഷേ അതിനൊരു കുരിപ്പുണ്ട്, നോക്കിക്കോളൂ. ഇതായിരിക്കും ചോദ്യം. There are two cells, A and B. Then Na plus moving to here. Na plus moving to here. According to A, cell A, this movement is a flux. According to B, it is a influx. അകത്തേക്ക് കിടക്കുന്ന ഇൻഫ്ലക്സും പുറത്തേക്ക് വന്ന എഫ്ലക്സും ഉണ്ട്. അപ്പോൾ according to A, the movement of ion is an efflux. According to B, movement of ion is an influx, and totally it is a flux. ഇനി ട്രാൻസ്ലോക്കേഷൻ ഓഫ് സൊല്യൂട്ട്സ്, അതായത് വേരിലേക്ക് പ്രവേശിച്ച ലവണങ്ങൾ മുകളിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദ്യം. അത് സൈലത്തിൽ കൂടെ ആണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു. ഒരു ചെടി മുറിക്കുക, സൈലത്തിന്റെ സാപ്പെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ലവണങ്ങൾ കാണും. ഇത് കുറെ കൂടെ ശാസ്ത്രീയമായ വേറെ ബൈ യൂസിങ് റേഡിയോ ഐസോട്ടോപ്സ്. ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാം, അല്ലെ? എന്താ റേഡിയോ ഐസോട്ടോപ്പുകൾ? മോളിക്കുലർ വെയിറ്റ് വ്യത്യാസം എന്ന എലിമെന്റിലാണെന്ന് റേഡിയോ ഐസോട്ടോപ്പുകൾ, അതായത് റേഡിയേഷൻസ് പുറത്തേക്ക്. ഇപ്പോൾ ഞാൻ Na+ന്റെ ഒരു ഐസോട്ടോപ്പാന്ന് വെച്ചു. ഐസോട്ടോപ്പ് ആണ് ചെടി ഇത് വലിച്ചത്. കുറെ കഴിഞ്ഞ ശേഷം ഈ സൈലത്തില് ഫ്ലോയത്തില് ഇത് സൈലം, ഇത് ഫ്ലോയം. സൈലം ഫ്ലോയം എന്നിട്ട് രണ്ടിലേക്ക് ജ്യൂസ് എടുത്ത്, സൈലത്തിൽ ജ്യൂസ് എടുത്ത് വെച്ച് വെച്ചു, ഫ്ലോയത്തിൽ ജ്യൂസ് എടുത്ത് വെച്ച് വെച്ചു. സൈലത്തിൽ ഒഴുകുന്ന ജലം കുത്തിയെടുത്ത് കഴിച്ചു വെച്ചു. ഇത് മണ്ണിനകത്ത് കൊടുത്ത് പിന്നെ പ്ലസ് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു. ഐസോട്ടോപ്പ് റേഡിയേഷൻ പുറത്ത്. എന്നിട്ട് സൈലത്തിനകത്ത് ജ്യൂസ് പരിശോധിച്ചു, ഫ്ലോയത്തിലെ ജ്യൂസ് പരിശോധിച്ചു. അപ്പോൾ Na+ന്റെ ഐസോട്ടോപ്പ് എവിടെ കണ്ടത്? സൈലത്തിൽ സാപ്പിനകത്താണ് കണ്ടത്. അതിന്റെ അർത്ഥം മുകളിലേക്ക് പോകുന്ന എന്തിൽ കൂടെയാണ്? സൈലസാപ്പിൽ കൂടെ, അല്ലെ? ഫ്ലോയോ മണ്ണിൽ കൂടെ വരും. ഇവിടെ റൂട്ടിലായിട്ട് ഫ്ലോയോ ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഫ്ലോയത്തിൽ കയറിയില്ല, ഫ്ലോയത്തിൽ കൂടെ അല്ല മുകളിലേക്ക് കൊണ്ട് സൈലത്തിൽ കൂടെ ആണ്, അല്ലേ? How can you prove that solute is transferred to xylem? By using radioisotope, we can prove that solute is transferred into the xylem. By using radioisotope, we can take the fluid from the xylem and analyze the presence of that isotope. ഐസോട്ടോപ്പ് ഉപയോഗിച്ചുള്ളത് കുഴപ്പമൊന്നും. അപ്പോൾ ഇവിടെ മണ്ണിൽ ഞാൻ സോഡിയം ഇട്ടു, കുറെ കഴിയുമ്പോൾ സോഡിയം ഒളിഞ്ഞു കിട്ടി. അത് വേറെ സോഡിയം ആയിക്കോട്ടെ, ഞാൻ ഇട്ട സോഡിയം ആണെന്ന് പറയാൻ കഴിയും. ഇട്ട സോഡിയം അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഫ്ലോയത്തിന് സോഡിയം ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ കണക്കൂടെ തെറ്റുമല്ലോ. അതിനാണ് ഐസോട്ടോപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഐസോട്ടോപ്പ് ഇടുമ്പോൾ ഡയറക്റ്റ് ഐസോട്ടോപ്പ് ഇടാൻ കണ്ടത് സൈലത്തിലാണ് കണ്ടത്. അടി ക്ലിയർ ആണല്ലോ. ഇനി സോയിൽ റിസോഴ്സ്, സോയിൽ ആസ് എ റിസർവയർ ഓഫ് എസെൻഷ്യൽ എലമെന്റ്. മണ്ണിൽ നിന്നാണ് ചെടികൾക്ക് എലമെന്റ് കിട്ടുന്നത്, അല്ലേ? ഉറപ്പൊന്നും സംശയമൊന്നുമില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും നിങ്ങൾ വളം കൊടുക്കുമല്ലോ, പക്ഷെ വനത്തിലാരും വളം കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ചെടികൾക്കും മിനറൽസ് കിട്ടുന്നത് മണ്ണിൽ തന്നെയാണ്. നമുക്ക് മണ്ണിലോട്ട് തോന്നും പാറ പൊടിഞ്ഞുണ്ടായി, അല്ലേ? അത് എങ്ങനെയാണ്? ഒന്ന് ഇൻ സോയിൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വെതറിംഗ് ഓഫ് റോക്ക്. വെതറിംഗ് എന്ന് ചേർന്നത് കാലപ്പഴക്കം പോലെ ഉണ്ടാകുന്ന പൊടിയാണ് വെതറിംഗ്. വെതറിംഗ് ഓഫ് റോക്ക്. മറ്റൊരു ബ്രേക്ക് ഡൗൺ ഓഫ് റോക്ക്. പാറ പൊട്ടും, വലിയൊരു കുന്നിന്റെ മുകളിൽ പാറ താഴെ കൊണ്ട് പൊട്ടി 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 താഴെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികളായി മാറും. അതിനകത്തുള്ള മിനറൽസ് പുറത്തേക്ക് വെള്ളത്തിലേക്ക് ലയിച്ചു വരും. ദെൻ റോക്ക് മിനറൽസ്, പാറയിൽ തന്നെ മിനറൽസ് ഉണ്ട്, അത് പുറത്തേക്ക് വെള്ളത്തിലൂടെ അലിഞ്ഞു വരും. ഈ വെള്ളം പാറയ്ക്കിടയിൽ കൂടെ കൊതിച്ചു വരുമല്ലോ, അപ്പോൾ അതിനകത്ത് അലിഞ്ഞു വരും. മറ്റൊന്ന് നൈട്രജൻ ഫിക്സേഷൻ. പ്രകൃതിയിൽ അങ്ങനെ പ്രക്രിയ, നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ ചെയ്യുന്ന? റൈസോബിയ ബാക്ടീരിയ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നോസ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. നോസ്റ്റോക്ക്, അനബീന ഇവയൊക്കെ നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതെല്ലാം മണ്ണിൽ ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കും, അങ്ങനെയുണ്ട്. നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മാണ ശാലകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൈട്രേറ്റ് വളങ്ങൾ ഉണ്ടാക്കും. ആലുവയിലൊക്കെ നമ്മൾ പിന്നെ
നൈട്രേറ്റ് വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയും കൊടുക്കും, ചെടിക്ക് അങ്ങനെ ഇല്ല, കർഷകർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു സോഴ്സ് തന്നെയാണ്, അതേക്കുറിച്ച് പറയുന്നത് കർഷകർ ഇട്ട് കൊടുക്കുന്നത് ഒരു സോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മെറ്റാബോളിസം ഓഫ് നൈട്രേറ്റിനെ കുറിച്ച് പഠിക്കാം. നൈട്രേറ്റിന്റെ ഒരു സൈക്കിൾ ഉണ്ട്, നൈട്രേറ്റ് സൈക്കിൾ, അതിനെക്കുറിച്ച് പഠിക്കാം. മണ്ണിൽ നൈട്രേറ്റ് 3 രൂപത്തിലാണ്: അമോണിയ, നൈട്രൈറ്റ്, നൈട്രേറ്റ്. ഈ 3 രൂപത്തിലാണ് മണ്ണിൽ ഈ അമോണിയ കാണപ്പെടുന്നത്. ഇത് ഞാൻ വിളിക്കുന്നത് സോയിൽ നൈട്രജൻ പൂൾ എന്നാണ്. സോയിൽ നൈട്രജൻ പൂൾ, പൂൾ എന്ന് വെച്ചാൽ കളക്ഷൻ ആണ്, കളക്ട് ചെയ്ത് സോയിൽ നൈട്രജൻ പൂൾ. ഇത് ചെടി വലിച്ചെടുക്കുന്നതാണ്. ചെടി ഇതിനെയാണ് വലിച്ചത്. പ്ലാന്റിലേക്ക് എത്തുമ്പോൾ ഇത് എന്തായി മാറി? പ്ലാന്റ് ബയോമാസ്, ബയോമാസ് ശരീരപിണ്ഡം, ജീവപിണ്ഡം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ 50 കിലോ 60 കിലോ 10 കിലോ ബയോമാസ് കൂടി. നിങ്ങളുടെ 50 കിലോ ഭാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ബയോമാസാണ്. ചെടി വലിച്ചത് ചെടിയുടെ ബയോമാസാണ് അല്ലേ? ഇതിനെ സസ്യങ്ങൾ അനിമൽസിനാണെങ്കിൽ അനിമൽ ബയോമാസ് ആണ്. അനിമൽ ബയോമാസ് ആയി മാറും. ഇത് രണ്ടും ചെടിയാവാം ജന്തുക്കളാവാം ചത്തുപോകാം അല്ലേ? അപ്പൊ വിളിക്കുന്നത് ഡീകേയിങ് ബയോമാസ്. അഴുകുന്ന ബയോമാസ്. ഞാൻ നിങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ചെടികളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എല്ലാം അഴുകി മാറും. ഞാൻ വിളിക്കുന്നത് ഡീകേയിങ് ബയോമാസ്. അപ്പൊ അത് ഞാൻ എന്തായി? അമോണിയായിട്ട് മാറും, അഴുകുന്നു. ഈ പ്രക്രിയ അമോണിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. This is called ammonification. Okay. ഇത് നൈട്രജൻ സൈക്കിളാണ്. ഈ ഒരു പരിപാടികളുണ്ട്. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്, N2 നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്. ഞാൻ അന്തരീക്ഷത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് 3 പ്രക്രിയ വഴി മണ്ണിലേക്ക് നോക്കൂ. This is called biological nitrogen fixation. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാക്ടീരിയ, റൈസോബിയ ബാക്ടീരിയ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോസ്റ്റോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. പിന്നെ ആലുവ വ്യവസായശാലയിൽ അന്തരീക്ഷ നൈട്രജൻ ആക്കി മാറ്റി. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഇതിന്റെ പ്രകൃതിയിൽ ഇടിവിജൻ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷ നൈട്രജൻ മാറാറുണ്ട്. It's called electrical nitrogen fixation. ഇത് വ്യവസായശാലയാണ്. ഞാൻ ഇങ്ങനെ പടം വരയ്ക്കാം മനസ്സിലാക്കാൻ വേണ്ടി. ഇടിമിന്നലാണ്. ഇടിമിന്നലാണ്. അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ കൊള്ളാൻ അന്തരീക്ഷ നൈട്രജൻ ഇങ്ങനെ ഇലക്ട്രിക് ബയോ നൈട്രജൻ ഫിക്സേഷൻ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇലക്ട്രിക് നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ അന്തരീക്ഷ നൈട്രജൻ തീർന്നു വന്നില്ല. അങ്ങനെ തീരാതെ പ്രകൃതിയിലുണ്ട്. അതിന്റെ പേര് ഇങ്ങനെ അങ്ങനെയാണ്. ഇറ്റ്സ് കാൾഡ് ഡീനൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷൻ തിരിച്ചത് അതാണ് നൈട്രജൻ സൈക്കിൾ. പുസ്തക പടമാണ്, അവിടെ ഇൻസൈറ്റ് ഇട്ടുണ്ടെന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു. അത് പരീക്ഷ ചോദിക്കണം. സിമ്പിളാണത്, പക്ഷെ ചോദിക്കുമ്പോൾ എല്ലാം വരച്ച് പഠിച്ചുകൊണ്ട് പോകാം കേട്ടോ. പുസ്തകത്തിലോട്ട് വരച്ചു. സോ ദിസ് കാർഡ് നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കുക വരുന്നതാണ്. ദിസ് കാർഡ് നൈട്രജൻ സൈക്കിൾ. ഇതാണ് നമ്മുടെ നൈട്രജൻ സൈക്കിൾ. ഇത് എവിടെയാണ് ബാക്ടീരിയയുടെ പങ്ക്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇവിടെയാണ് അമോണിയ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ പങ്ക്? അമോണിഫിക്കേഷൻ. ഇവിടെയാണ് ഇടിവലിന്റെ പങ്ക്? ഇലക്ട്രിക് നൈട്രജൻ ഫിക്സേഷൻ. ഇവിടെയാണ് ആലുവയുടെ പങ്ക്? ആലുവ FACT. അത് ബയോളജിക്കൽ
ഇൻഡസ്ട്രിയൽ നൈട്രേറ്റ് ഫിക്സേഷൻ. ഇത് നമ്മൾ നൈട്രേറ്റിനെ കുറിച്ച് പഠിക്കും. നൈട്രേറ്റിന്റെ മെറ്റബോളിസം ആയിക്കാണ്. ഞാൻ പറയാം. ജീവജാലത്തിന് നൈട്രേറ്റ് എന്തൊക്കെ വേണം? നൈട്രേറ്റ് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫാറ്റ്, ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് അമിനോ ആസിഡ്, ഇറ്റ് ഈസ് മേക്കിംഗ് പ്രോട്ടീൻ, ഹോർമോൺസ്, ക്ലോറോഫിൽ, വൈറ്റമിൻ, then DNA, RNA, ATP, ADP എല്ലാത്തിനും ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ നൈട്രേറ്റ് ആവശ്യമാണെന്ന് വെച്ചാൽ ഫാറ്റ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ഹോർമോൺ, ക്ലോറോഫിൽ, വൈറ്റമിൻ. നൈട്രേറ്റ് ബേസിൽ അടങ്ങിയിട്ടുള്ള പിന്നെ അമിനോ ആസിഡുകൾ, പ്രോട്ടീൻ, അല്ലെ DNA എല്ലാം നൈട്രേറ്റ് നീഡഡ് ഫോർ ദാറ്റ്. ഇനി മണ്ണിലുള്ള നൈട്രേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൈട്രേറ്റിന് വേണ്ടിയിട്ട് ചെടികൾ മൈക്രോ ഓർഗാനിസം കമ്പീറ്റ് ചെയ്യും. കാരണം മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ആവശ്യമുണ്ട്? ഈ നൈട്രേറ്റ് ആവശ്യമാണ്. ഇത് ചില പോയിന്റുകൾ ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് പഠിച്ചാൽ മതി. ഇനി നൈട്രേറ്റ് ആണ് ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ് ഇൻ ബോത്ത് ഇൻ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം. അതും പറയുന്നത് നൈട്രേറ്റ് ഇസ് എ ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ്. ലിമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലോ, നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കറണ്ട് ഇല്ല. പിന്നെ വലിയ ഉപയോഗമില്ലല്ലോ. ഇതുപോലെ എന്തെല്ലാം ന്യൂട്രിയൻ ചെടിക്ക് കിട്ടിയെങ്കിലും നൈട്രജൻ ഇല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് പോകും. മനസ്സിലായല്ലോ? കാരണം ഇതെന്തും ഉണ്ടാകുന്നില്ല. ഏതൊക്കെ ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, ഹോർമോൺസ് ഒന്നും ഇല്ല. ഇതൊന്നും വലിയ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഇസ് ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ബയോസ്ഫിയർ? നൈട്രജൻ. ഇൻട്രസ്റ്റ് ചോദിച്ചേക്കാം. ഇനി അത് ഏതൊക്കെ ബോത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം. നിങ്ങൾ അക്വേറിയം ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ നിങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ ഒരു പിന്നെ റബ്ബർ തോട്ടം ഉണ്ടാക്കിയാലും, കൃഷിത്തോട്ടം ഉണ്ടാക്കിയാലും എല്ലാത്തിനും നൈട്രജൻ അത്യാവശ്യമാണ്. ഇനി N2 നൈട്രജൻ നമുക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ രണ്ട് N2വിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് Nകൾക്ക് 3 എന്ത് ബോണ്ടാണുള്ളത്? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ്. കെമിസ്ട്രി അറിയാമല്ലോ. N2വിനെ NH3 ആകുന്ന പ്രത്യേക വിളിക്കുന്നവരാണ് നൈട്രജൻ ഫിക്സേഷൻ. നേരത്തെ വരച്ച ഓർമ്മ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. N2വിനെ NH3 ആകുന്ന പ്രക്രിയയാണെന്ന് നൈട്രജൻ ഫിക്സേഷൻ. പ്രകൃതിയിൽ എങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ പറയാം. ഇടിമിന്നൽ ഉണ്ടാകുന്നതാണ്. UV റേസിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷ നൈട്രേറ്റ് വളർത്തും. N2 ആദ്യം NO ആകും, പിന്നെ N2O ആകും, പിന്നെ NO2 ആകും. ഇതെല്ലാം നടക്കാം. ഇനി ഇൻഡസ്ട്രിയൽ കമ്പസ്റ്റൻ, അതായത് വ്യവസായശാലകൾ തീയൊക്കെ കത്തിച്ച് ഓരോന്ന് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകും. കാട്ടുതീ ഉണ്ടാകാറുണ്ട്. പവർ എഞ്ചിനീയറിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ അന്തരീക്ഷ വായു ഓക്സിജനുമായി ചേർന്ന് ഹൈഡ്രജനുമായി ചേർന്ന് അമോണിയം മറ്റും ഉണ്ടാകുന്നുണ്ട്. ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, വാഹനങ്ങളുടെ പുകയിൽ നിന്ന് പുറത്തേക്ക് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഈവൻ അടുപ്പിൽ തീ എത്തിക്കുമ്പോൾ കുറച്ച് അന്തരീക്ഷ നൈട്രേറ്റായി മാറുന്നു. അതൊക്കെ ചെറിയ അളവിലാണ് എല്ലാം തന്നെ നടക്കുന്നത്. ഇനി ഇത് നടക്കാൻ പോകുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ മരിച്ചു. അത് വസ്തുക്കൾ അഴുകുന്നതിനെ കുറിച്ച് പറയാം. വസ്തുക്കൾ അഴുകുമ്പോൾ ചെടിയാണെങ്കിലും ജന്തുക്കളാണെങ്കിലും ചത്ത അഴുകുമ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അഴുകുമ്പോൾ നടക്കുന്ന ഒരു കാര്യം പഠിച്ചതിന്റെ അമോണിയ ഉണ്ടാകുന്നത് അമോണിഫിക്കേഷൻ പഠിച്ചത് ഞാൻ എക്സാമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ കാര്യമില്ല. ഡെഡ് ബോഡിയാണ് അഴുകി ചത്ത് കിടന്ന് പറയുമ്പോൾ ഇത് ചെടിക്ക് ബാധകമാണ്. പഠിക്കണമെന്ന് പറയുന്നത് അഴുകി എന്തായാലും അമോണിയായി. അത് കഴിഞ്ഞത് എന്തായി മാറി? NO2 ആയി മാറി. അത് കഴിഞ്ഞത് NO3 ആയി മാറി. അത് കഴിഞ്ഞത് N2 ആയി മാറി. ഇത്രയും പ്രക്രിയ പ്രകൃതി. ഇതിന് പേരുണ്ട്. ഇതിന് ഡീക്കേയിങ് ബയോമാസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ശരീരം അഴുകി അമോണിയ മാറുന്ന പ്രക്രിയ നമ്മൾ അമോണിഫിക്കേഷൻ. അമോണിഫിക്കേഷൻ ചെയ്യുന്ന ബാക്ടീരിയ ഞാൻ അമോണിഫൈയിങ് ബാക്ടീരിയ എന്ന് വിളിക്കും. അമോണിഫൈയിങ് ബാക്ടീരിയ. അമോണിയ ഇത് നൈട്രൈറ്റ് ആണ്. മാറുന്ന പ്രക്രിയയാണ് നൈട്രിഫിക്കേഷൻ. ഇത് ചെയ്യുന്ന ബാക്ടീരിയ രണ്ടെണ്ണമാണ്. നൈട്രോസോമോണാസ്,
നൈട്രോകോക്കസ്. ഈ രണ്ട് ബാക്ടീരിയ ചെയ്യുന്നത്. ഈ നൈട്രേറ്റ് ആക്കി മാറി വിളിക്കുന്നത് നൈട്രിഫിക്കേഷൻ തന്നെയാണ്. ഇത് നൈട്രോബാക്ടർ ആണ്. നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ. ഇനി നോക്കൂ, ഈ നൈട്രേറ്റായി മാറുന്ന പ്രത്യേക വിളിക്കുന്ന ഡീനൈട്രിഫിക്കേഷൻ എന്നാണ്. ഇത് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് സ്യൂഡോമോണാസ്. തയോബാസിലസ്. ഇത് ചാർട്ടൊന്നും പുസ്തകത്തില്ല, പക്ഷെ പഠിക്കാതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് മനുഷ്യന്റെ പടം വരച്ചിരിക്കുന്നു പറഞ്ഞത് ഡീകെ ബയോമാസും കാണിക്കാം. ചെടി വേണമല്ലോ അഴുകുന്ന അമോണിയാവുന്ന പ്രക്രിയയുടെ അമോണിഫിക്കേഷൻ ചെയ്യുന്ന ബാക്ടീരിയ അമോണിഫൈങ് ബാക്ടീരിയ. അമോണിയ നൈട്രേറ്റ് ആകുന്നു പ്രക്രിയയുടെ നൈട്രിഫിക്കേഷൻ ചെയ്യുന്ന ബാക്ടീരിയ നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്. നൈട്രേറ്റ് ആകുന്നു. അത് നൈട്രിഫിക്കാൻ തന്നെയാണ് ബാക്ടീരിയ നൈട്രോബാക്ടർ. ഈ നൈട്രേറ്റ് പിന്നെ നൈട്രേറ്റായി മാറുകയാണ് ഡീനൈട്രിഫിക്കേഷൻ ചെയ്യുന്ന ബാക്ടീരിയ സ്യൂഡോമോണാസ് അഥവാ തയോബാസിലസ്. സിമ്പിൾ അല്ലേ? ഈ ചാപ്റ്റർ പോലെ വരച്ച് പിടിച്ചു ചോദിക്കും. ഈ ഓരോ സ്റ്റെപ്പുകൾ ഇതിന്റെ ഈ സ്റ്റെപ്പും ഈ സ്റ്റെപ്പിന്റെ റിയാക്ഷൻ പഠിക്കും. ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ സ്റ്റെപ്പ് അത് ഇങ്ങനെയാണ്. 2NH3 plus 3O2 gives 2NO2 plus 2H plus 2H2. ഇതാണ് ഈ റിയാക്ഷൻ. ശരിയല്ലേ? അമോണിയ എന്തായാലും അമോണിയ എയും ബിയും കൊടുക്കണം. എ പ്രോസസ്സാണ്, ബി ബാക്ടീരിയയുടെ പേരാണ്. ഇത് വെച്ചാൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എ പ്രോസസ്സാണ്, ബി ബാക്ടീരിയയുടെ എഴുതും. എയുടെ പേര് നൈട്രിഫിക്കേഷൻ, ബി നൈട്രോസോമോണാസ് അല്ലെങ്കിൽ നൈട്രോകോക്കസ്. അങ്ങനെ വിളിച്ചുകൂടെ? ഈ സ്റ്റെപ്പിന്റെ റിയാക്ഷൻ എടുക്കാം. 2NO2 plus O2 gives 2NO2. എ പ്രോസസ്സാണ്, ബി ബാക്ടീരിയ ആണ്. പറയും എ പ്രോസസ് നൈട്രിഫിക്കേഷൻ, ബി ബാക്ടീരിയ ആണ് നൈട്രോബാക്ടർ. ഇങ്ങനെ നിങ്ങൾ നോട്ടാ തരുമ്പോൾ ഇവിടെ എ ബി തന്നെ എഴുതുന്നത് ഞാൻ സകലം തന്നെ എഴുതും. നിങ്ങൾ പ്രോസസ്സിന്റെ പേര് ബാക്ടീരിയ പേര് എഴുതും. സിമ്പിൾ അല്ലേ? പഠിച്ചു പരിശീലിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് നേരത്തെ വരച്ചതിനകത്ത് അന്തരീക്ഷ നൈട്രജൻ അമോണിയായി മാറുന്ന പ്രക്രിയ, അതിന് വിളിക്കാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. നമുക്ക് അത് ഡീറ്റെയിൽ പഠിക്കാം. മുതൽ പഠിക്കാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അഥവാ BNF. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കാര്യങ്ങൾ പറയാം. ഇത് ചെയ്യാൻ കഴിയുള്ളത് പ്രോകാരിയോട്ടിന് മാത്രമേ. ഒരു യൂക്കാരിയോട്ടിന് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കഴിയുള്ളൂ. എന്നുള്ളത് പയറടിയല്ലോ, പയറ് ചെടിയിലുള്ള ബാക്ടീരിയ ആണ് ചെയ്യുന്നത്, അല്ലാതെ പയറടിക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഇതെന്താ സംഭവിക്കുന്നത്? N2NH3 ഇതാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ജന്തുവാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക എൻസൈമിന്റെ ആവശ്യമുണ്ട്. എൻസൈമിന്റെ പേര് നൈട്രോജിനേസ്. സോ ദ എൻസൈം നീഡഡ് ഈസ് നൈട്രോജിനേസ്.
നൈട്രോജനേസ് ആദ്യം ചേർക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. മോളിബ്ഡനം ഈസ് ദ ആക്ടിവേറ്റർ ഓഫ് നൈട്രോജനേസ് എൻസൈം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പരിശീലിക്കണം. ഇതിന്റെ പേരെന്താ? വാട്ട് ഈസ് ദിസ്? അപ്പൊ നിങ്ങൾ പറയണം നൈട്രോജനേസ് എൻസൈം എപ്പോഴും ബാക്ടീരിയയിലേ ഉള്ളൂ, ജീവജാലങ്ങളിലേ ഉള്ളൂ. അപ്പൊ ഇത് ജീവജാലമാണ് എന്താക്കുന്നത്? നൈട്രേനെ അമോണിയാക്കും. ഇതിന്റെ പേര് ബയോളജിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ എന്നാണ്, അല്ലേ? ബയോളജിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ എന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഉൾക്കൊന്നിട്ട് ഇടിമിന്നലിന്റെ പടം കൊടുക്കുന്നത് എന്ത് പറയണം? ഇലക്ട്രിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വ്യവസായശാലയുടെ പടമാണെങ്കിൽ ഇൻഡസ്ട്രിയൽ നൈട്രേറ്റ് ഫിക്സേഷൻ. ഇവിടെ കൊടുക്കുന്ന ബാക്ടീരിയ പടമാണെങ്കിലും അത് ബയോളജിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ. ബാക്ടീരിയ ആണെങ്കിൽ ഒരു എൻസൈമിന്റെ പേരുണ്ട്, ആ എൻസൈമിന്റെ പേര് നൈട്രോജനേസ് എൻസൈം ആണ്. അതുണ്ടെങ്കിൽ നടക്കുന്നുള്ളൂ. അപ്പൊ അത് കൊടുത്താൽ ബയോളജിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ തന്നെയാണ്. ശരിയാണല്ലോ? സോ വാട്ട് ഈസ് ബയോളജിക്കൽ നൈട്രേറ്റ് ഫിക്സേഷൻ? കൺവേർഷൻ ഓഫ് atmospheric nitrogen to ammonia by living organism like bacteria using an enzyme called nitrogenase enzyme. Okay. ഇനി ഇങ്ങനെ ചെയ്യുന്ന ഓർഗാനിസം നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് വിളിക്കാം. ഫിക്സ് ചെയ്യുന്ന ആൾ ഫിക്സറാണ്. നൈട്രജൻ ഫിക്സ് ചെയ്ത നൈട്രജൻ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ എന്ന് വിളിക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന ആളെ കുക്കർ എന്ന് വിളിക്കരുത്. കുക്കർ എന്ന് വെച്ചാൽ പാത്രമാണ്. അപ്പോൾ നൈട്രജൻ ഫിക്സർ എന്ന നാശം പറയുമ്പോൾ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നൈട്രജൻ ഫിക്സേഴ്സ് അതാരാണ്? ബാക്ടീരിയകളാണ്, അല്ലെങ്കിൽ നോസ്റ്റോക്കാണ്. ഇങ്ങനെയുള്ള ആശാന്മാരാണ്. ഇവരെ നമുക്ക് തരംതിരിച്ച് പഠിക്കാം. നൈട്രജൻ ഫിക്സേഴ്സ് രണ്ട് തരത്തിൽ. എയറോബിക്കും ഉണ്ട്, അതിനും പറയുന്നത് ഫ്രീ ലിവിംഗ് ഉണ്ട്, സിംബിയോട്ടിക്. അങ്ങനെ ഫ്രീ ലിവിംഗ്. സിംബിയോട്ടിക് അറിയാലോ, കോറിനോട് കൂടിനകത്ത് ജീവിക്കുന്നു. സിംബിയോട്ടിക് അല്ലേ? അതൊക്കെയാണ്. അല്ലാതെ ഫ്രീ ആയിട്ട് മണ്ണ് ചെയ്യുന്ന ആശമാരുണ്ട്. അതിനാണ് ഫ്രീ ലിവിംഗ് വിളിച്ചത്. അതിൽ തന്നെ എയറോബിക്കും ഉണ്ട്, അനഎയറോബിക്കും ഉണ്ട്. ഇത് എയറോബിക് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എയറോബിക് ഓർഗൻസ്. എന്നാൽ ചില ജീവജാലങ്ങൾക്ക് ഓക്സിജൻ വേണ്ട. ബാക്ടീരിയ, ചില ബാക്ടീരിയക്ക് ഓക്സിജന്റെ ആവശ്യം. വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ചാണകം മറ്റിടുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയകൾ അനറോബിക്കാം, മെത്തനോജൻസ് അനറോബിക്കാം. അതുകൊണ്ടാണ് അതിനകത്ത് ഒട്ടും വായു അകത്തോട്ട് കിടക്കത്തില്ല. തന്നെ വായു ഉണ്ടാകും, മീതൻ ഉണ്ടാകും, അല്ലേ? അത് തുറന്നു വെച്ചാൽ അപ്പോഴേക്കും ചത്തു. അത് അനറോബിക്കും. അപ്പോൾ എയറോബിക്കും ഉണ്ട്, ഫ്രീ ലിവിംഗ് എയറോബിക്കും ഉണ്ട്, അനറോബിക്കും ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾസ് പഠിക്കും. ഫ്രീ ലിവിംഗ് എയറോബിക് എക്സാമ്പിൾ ഒന്ന് അസറ്റോബാക്ടർ, മറ്റൊന്നാണ് ബീജമിക്കുക. ഇത് ബാക്ടീരിയ പേരാണ്. ഈ അനറോബിക് എക്സാമ്പിൾ ആണ് റോഡോസ്പൈറം, ബാസിലസ്. ഈ ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീലിംഗ് അനറോബിക്കാണ്. റോഡോസ്പൈറം ഗ്രാസിനകത്തൊക്കെ കാണുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സിംബിയോട്ടിക് ആയിട്ടുള്ളത് നമുക്ക് ഒന്ന് ബ്ലൂബീൻ ആക്കാം. അനബീന, സ്റ്റോക്ക്, പിന്നെ നമ്മുടെ റൈസോബിയം. ഈ റൈസോബിയത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. അയാള് ഈ 4 തരത്തിലും ജീവിക്കും. ഇങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും. അത് പ്രത്യേകത. അത് പറയത്തില്ല. അപ്പോൾ ഈ റൈസോബിയ ഈ ആശാമാരിലെല്ലാം വേറിട്ടൊരു ആശയാണ്. ഇയാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയും, ഇങ്ങനെ ജീവിക്കാൻ കഴിയും, ഇങ്ങനെ ജീവിക്കാൻ കഴിയും, ഇങ്ങനെ ജീവിക്കാൻ കഴിയും. അതൊരു പ്രത്യേകത. നമുക്ക് പഠിക്കാം. ദിസ് ഇസ് എ ചാപ്റ്റർ നൈട്രജൻ ഫിക്സേഴ്സ്. ഓക്കെ, പഠിച്ചെടുത്തോണേ. ഇനി സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇനി പഠിക്കാനുള്ള സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ പറഞ്ഞു, അത് ബയോളജിക്കൽ നൈട്രജൻ. സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. ദാറ്റ് ഈസ് fixation of nitrogen or conversion of nitrogen to atmospheric nitrogen to ammonia by some symbiotic organism which live inside another organism. Some bacteria or some organism which live in another organism. മറ്റ് ജീവിയായിട്ട്
ബന്ധപ്പെട്ട് രണ്ടിലും ഗുണമുള്ള തരത്തിൽ ഇന്ററാക്ഷൻ നടത്തി ജീവിക്കുന്നതിനാണ് സിംബയോട്ടിക് അസോസിയേഷൻ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയയെ കുറിച്ച് പറയാം. ഇനി ഇങ്ങനെയുള്ള അതിലെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനെ ഡിഫൈൻ ചെയ്യണം. ഹൗ യു ഡിഫൈൻ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ? is a conversion of atmospheric nitrogen into ammonia by certain organism like bacteria which lead symbiotic association with other organism like leguminous plants etc. ഇത്രയൊക്കെ എഴുതാം. ഇനി പൊതുവെ ഈ സിംബയോട്ടിക് അസോസിയേഷൻ എക്സാമ്പിൾ ലെഗ്യൂം റൈസോബിയ റിലേഷൻഷിപ്പ് ആണ്. ലെഗ്യൂം എന്ന് വെച്ചാൽ പയർവർഗ്ഗം, റൈസോബിയ ബാക്ടീരിയ. ലെഗ്യൂം പയർവർഗ്ഗമാണ്, റൈസോബിയ ഈ അസോസിയേഷൻ എക്സാമ്പിൾ പഠിക്കും. ഈ റൈസോബിയ എന്ന് പറയുന്ന റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. ഓക്കെ, ഈ ലെഗ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാ പയർവർഗ്ഗത്തിലൊന്നുമില്ല ഈ ബാക്ടീരിയ പ്രവേശിക്കുന്നത്. എന്നറിയാം ബാക്ടീരിയ പ്രവേശിച്ചതിന്റെ വേരിനകത്തിലെ മുഴകളുണ്ടാവും. റൂട്ട് നൊഡ്യൂൾസ് പഠിച്ചിട്ടില്ലേ? മൂലാർബുദങ്ങൾ അഥവാ റൂട്ട് നൊഡ്യൂൾസ്. അതെല്ലാം ശരിക്കും നോക്കിയുള്ളൂ. ചില ലെഗ്യൂംസിനെ ഉള്ളൂ. അത് എക്സാമ്പിൾസ് അൽഫാൽഫ, അതുപോലെ സ്വീറ്റ് ക്ലോവ് അതിനകത്തുണ്ടാവും. അതുപോലെ സ്വീറ്റ് പീ, അതുപോലെ ലെന്റിൽസ്, അതുപോലെ സ്വീറ്റ് ക്ലോവ്, അതുപോലെ ഗാർഡൻ പീ. ഏതൊക്കെ ചെടിയാണ് റൈസോബിയ ബാക്ടീരിയ കാണപ്പെടുന്നത്? എല്ലാ ലെഗ്യൂമുകളിലും ഇല്ല. അൽഫാൽഫ, സീറ്റ് ക്ലോവ്, സീറ്റ് ബി, ലെന്റിൽ, ഗാർഡൻ, ഇതൊക്കെ ആണ് ബോഡാക്സാൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ റൂട്ട് നൊഡിൽ ഉണ്ടാവും. ഇതിന്റെ ഇത്തരം ചെടിയുടെ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തെല്ലാം ഇങ്ങനെയുള്ള മുഴകളാണ്. ഇതാണത് റൂട്ട് നൊഡ്യൂൾസ്. ഇനി ഫ്രാങ്കിയ എന്ന് പറഞ്ഞൊരു തരം നൈട്രോബിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാങ്കിയ ഇയാൾ റൂട്ട് നൊഡിൽ ഉണ്ടാക്കുന്നത് നോൺ ലെഗ്യുമിനസ് പ്ലാന്റ് ആകാം. ലെഗ്യുമിനസ് പ്ലാന്റ് അല്ല, നോൺ ലെഗ്യുമിനസ്. അതിന്റെ പേര് അൾനസ്. is a non-leguminous plant. Understand ചോദിക്കാം. Which of the following is a non-leguminous and in which root nodules are present? Ulnus. ഈ പറയാൻ പോകുന്നത് ഈ ഫ്രാങ്കിയായും റൈസോബിയായും സത്യത്തിൽ മണ്ണിൽ ഫ്രീ ലിവിംഗ് ആയിട്ട് ജീവിക്കും. അപ്പോഴേ ഇവരെന്ത് ചെയ്യുന്നത്? നൈട്രോഫിക്സേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ നൈട്രോഫിക്സേഷൻ നടത്തും. നടത്താതെ സാധാരണ എങ്ങനെ ബാക്ടീരിയ ജീവിക്കും അതുപോലെ ഫ്രീ ലിവിംഗ് ജീവിക്കും. ഫ്രാങ്കിയ ആൻഡ് റൈസോബിയ നോർമലി ലീവ് ഇൻ എ ഫ്രീ ലിവിംഗ് മാനർ ഇൻ ദ സോയിൽ. അപ്പൊ അത് വരയ്ക്കാം. ഞാൻ റൈസോബിയുടെ കാര്യം പറയുന്നത്. റൈസോബിയ സോയിൽ. ഇപ്പൊ ഇയാൾ ഫ്രീ ലിവിംഗ് ആണ്, എയറോബിക്കുമാണ്. ഫ്രീ ലിവിംഗ് ആണ്, എയറോബിക്കുമാണ്. അപ്പോഴയാൾ പിന്നെ നൈട്രോഫിക്സേഷൻ നടത്തത്തില്ല. നൈട്രോഫിക്സേഷൻ നടത്താൻ എൻസൈമിന്റെ ആവശ്യം. വേറെ പേര് ഞാൻ എന്താണ്? നൈട്രോജനീസ്. ഈ നൈട്രോജൻ എൻസൈമിന് കുഴപ്പമുണ്ട്. ഇയാൾ എപ്പോഴെങ്കിലും ഓക്സിജനുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്സിഡേഷൻ എന്നിട്ട് ഇനാക്റ്റീവായി. ഓക്കെ, എപ്പോഴെങ്കിലും ഓക്സിജൻ കമ്പൈൻ ചെയ്യണേ. അപ്പോൾ ഓക്സിഡേഷൻ വിധേയമായിട്ട് ഇനാക്റ്റീവ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഇയാൾ എന്ത് നടത്തുന്നില്ല? നൈട്രോഫിക്സേഷൻ നടത്തുന്നില്ലല്ലോ. അപ്പൊ ഇത് മണ്ണിൽ ജീവിക്കുമ്പോൾ ഇയാൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളഞ്ഞ് എയറോബിക് ആയിട്ട് തന്നെ ജീവിക്കും. റൈസോബിയ ബാക്ടീരിയ മണ്ണിൽ ജീവിക്കുമ്പോൾ ഫ്രീ ലിവിംഗ് ആണ്. അപ്പോൾ അത് എയറോബിക് ആയിട്ട് തന്നെ ജീവിക്കും. ആ സമയത്ത് അയാൾ ചെയ്തത് ആരുണ്ട്? നൈട്രോജനെ എൻസൈം ഉണ്ട്. അപ്പോഴാ നൈട്രോജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഇനാക്റ്റീവായി പോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താ? നൈട്രോജൻ നടത്തുന്നില്ല, മോശമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വീട്ടില് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന് കാർ കൊണ്ട് ശ്രമിക്കുന്നു. നിങ്ങൾ കാറിന് പെട്രോളില്ല, അപ്പോൾ കാർ എടുക്കണമെന്ന് പറയുകയാണ്. പക്ഷെ നിങ്ങൾ എടുത്തോണ്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം എടുത്തോണ്ടല്ലോ, എന്തായാലും പെട്രോളില്ല.
അതേപോലെ ഇതുപോലെ ഇയാളിപ്പോ ജീവിക്കുന്നത് ഫ്രീ ലിവിങ് എയറോബിക്കാണ്. അപ്പോൾ ഓക്സിജൻ എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ശരീരത്തിൽ വരുന്നുണ്ട്. പക്ഷെ അവർ നൈട്രോജൻ കൊണ്ട് അയാൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ വിജയമാകും, നശിച്ചു പോകുന്നുണ്ട്. നോ പ്രോബ്ലം, കാണുന്നതിന് ഉപയോഗമില്ല. ഇനി ഇയാൾ പിന്നെ റൂട്ടിനകത്ത് കയറി, പാലിയുടെ പേരാണ്, അതിനകത്ത് കയറി. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? നൈട്രോജൻ മിക്സേഷൻ നടത്താൻ പോകണം, ബിന്ദുവിനെ NH3 ആക്കാൻ പോകണം. അപ്പോൾ ആര് പ്രവർത്തിക്കണം? നൈട്രോജൻ മിക്സർ പ്രവർത്തിക്കണം വേണ്ടേ? അപ്പോൾ ഇയാൾ ആരാകും? അനറോബിക്. Now he become anaerobic. എന്തുകൊണ്ട്? ഓക്സിജനോട് വരാൻ പാടില്ല, വന്നാ നശിച്ചു അല്ലേ? അപ്പോൾ ഇയാളാരോ അനറോബിക്കായി മാറും. അപ്പൊ ഇയാളാരാണ്? റൂട്ടിന്റെ ഉള്ളിൽ പ്രവർത്തിക്കില്ലേ? അപ്പൊ ഇത് സിംബയോട്ടിക്കാണ്. റൂട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അയാൾ സിംബയോട്ടിക്കുമായി അനറോബിക്കും. അപ്പൊ ഞാൻ ഏതാ അയാൾ എല്ലാ തരത്തിലും ജീവിക്കുന്നു? ഫ്രീ ലിവിങ്, എയറോബിക്, സിംബയോട്ടിക്, അനറോബിക്. ആ സമയത്ത് ഈ നൈട്രോജൻ എൻസൈം ഇവിടെ വന്ന് പ്രവർത്തിച്ച് നൈട്രജനെ അമോണിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോഴാണ് അവിടെ എന്ത് തരത്തില്ല? ഓക്സിജൻ വരില്ല. കാര്യം എന്താ? ഇയാൾ അനറോബിക്കാം. പക്ഷെ ഒരു കുഴപ്പം, ഈ ബാക്ടീരിയ അനറോബിക്കുള്ളൂ, ഈ റൂട്ടിന്റെ സെല്ലൊക്കെ അനറോബിക്കാണല്ലോ. അപ്പൊ അവിടെ ഓക്സിജൻ വരാനുള്ള സാധ്യത ഇല്ലേ? അപ്പോൾ ഇവിടെ ഈ ഏതെങ്കിലും ഓക്സിജൻ എടുത്ത് വരുവാണെങ്കിൽ അതിനെ അവിടെ എടുത്ത് കളയാനായിട്ട് കെമിക്കൽ അവിടെ കാണും. ആ കെമിക്കൽ പേര് ലെഗ് ഹീമോഗ്ലോബിൻ. ലെഗ് ഹീമോഗ്ലോബിൻ നിങ്ങളുടെ രക്തത്തിലുള്ള അതേ ഹീമോഗ്ലോബിൻ തന്നെയാണ്. ലെഗ് എന്ന് വിളിക്കാൻ കാര്യം ലെഗുവിനസ് പ്ലാന്റ് കാണുന്നതാണ്, പിങ്ക് കളറാണ്. ഇയാൾ ഓക്സിജനെ കണ്ട കമ്പൈൻ, നിങ്ങളുടെ ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുന്നത്? ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആകും. എന്നിട്ട് എല്ലാ സെല്ലും കൊണ്ട് കൊടുക്കും അല്ലേ? എന്നിട്ട് അവിടെ വെച്ച് വിഘടിപ്പിച്ചാൽ കൊടുക്കുക ചെയ്യും, ലോഡിങ് എടുത്തുകൊണ്ട് കൊടുക്കുക. ശരിയല്ലേ? ഇവിടെ ലെഗ് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്ന ഈ ലെഗ് നൈട്രോജൻ എൻസൈം എടുത്ത് ഓക്സിജൻ വരുവാണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട് കൊണ്ട് കളയും, ദൂരെ കൊടുക്കളയും. ഇവിടെ ഈ ഓക്സിജൻ വേണ്ടുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഇത് നൈട്രോജൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓക്സിജൻ വേണോ വേണ്ടേ? വേണ്ട, വേസ്റ്റ് അല്ലേ? വേസ്റ്റ് ആകുമ്പോൾ എടുത്ത് ദൂരെ കൊണ്ട് കളയാം. ആരെടുത്ത് കളയും? ലെഗ് ഹീമോഗ്ലോബിൻ എടുത്ത് വെളിയിൽ കളയും. വേസ്റ്റിനെ വെളിയിൽ കൊണ്ട് കളയുന്ന ആശാനികൾ അല്ലേ? അപ്പൊ ഇയാളെന്ത്? സ്കാവഞ്ചർ, ഓക്സിജൻ സ്കാവഞ്ചർ. ആരുടെ സ്കാവഞ്ചർ? സ്കാവഞ്ചർ ശുചീകരണ ജോലിക്കാണ്, തൂക്കുവാരി കളയുന്നതാണ്. പ്രകൃതിയിൽ ശുചീകരണ ജോലിക്കാരൻ കാക്കയും കഴിയുന്നുണ്ട് അല്ലേ? അത് നാച്ചുറൽ സ്കാവഞ്ചർ. ഉറുമ്പ്, പാറ്റയൊക്കെ പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാണ്. അതേപോലെ ലെഗ് ഹീമോഗ്ലോബിൻ ആക്ടിങ് ആസ് എ സ്കാവഞ്ചർ. Because oxygen is a waste here. Why it is a waste? If it is present there combined with the nitrogenous enzyme better inactive. അതുകൊണ്ട് അത് ഇനാക്റ്റീവ് ആയി മാറ്റുന്ന വേസ്റ്റ് വസ്തു ആയതുകൊണ്ട് അതിനെ കമ്പൈൻ ചെയ്ത് വെളിയിൽ കൊണ്ട് കളയും. അപ്പം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിൻ വ്യത്യാസം എന്താണ്? നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് ആവശ്യമുള്ള വസ്തുവായിട്ട് എല്ലാവരും കൊണ്ട് കൊടുക്കും. ഇയാൾ ഓക്സിജൻ കമ്പൈൻ എടുത്ത് വെളിയിൽ കൊണ്ട് കളയും. ഇയാൾ ചെയ്യുന്ന ഓക്സിജൻ നൈട്രോജനസ് എൻസൈം കമ്പൈൻ ചെയ്ത് തടയുകയല്ല ചെയ്യുന്നത്, അതായത് ഓക്സിഡേഷനെ തടയുകയല്ല ചെയ്യുന്നത്. അത് നമുക്ക് ആന്റി ഓക്സിഡന്റ് എന്ന് വിളിക്കാം. എന്തായാലും ഹീമോഗ്ലോബിൻ ആസ് ആന്റി ഓക്സിഡന്റ്. ഇത് നിറമെന്ന് പറഞ്ഞ് പിങ്ക് കളർ. സ്ഥിരം when root nodule is cut open, there was a pink color in it. Name the material and what is its use. Why it is called oxygen scavenger. ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. എന്തും തരത്തിൽ മാറി മാറി ചോദിക്കും. ഒരു പരീക്ഷ ചോദിച്ചാൽ തിരിച്ചാൽ ഒരു റൂട്ട് നോഡില്ലാതെ ലെഗ് ഹീമോഗ്ലോബിൻ ഇല്ല എന്ന് സംഭവിക്കണം. ഇത് സംഭവിക്കും. ലെഗ് ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ അവിടെ നൈട്രോജനസ് എൻസൈം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് അതില്ലാത്തതിന്റെ ഫലമായിട്ട് നൈട്രോജനൈസേഷൻ നടക്കത്തില്ല എന്ന് മനസ്സിലായില്ല. അങ്ങനെ ചോദിക്കാം. ഇത് സംശയമൊന്നുമില്ലല്ലോ. ഇത് പലവണ്ണം കേട്ട് ബൈഹാർട്ടാക്കി വെക്കുക. ഈ പോയിന്റെല്ലാം എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് 100% എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഈ വർഷവും ചോദിക്കും, ഉറപ്പാണ്. ഇങ്ങനെ തിരിച്ചു മാറ്റമൊക്കെ ചോദിച്ചു. മനസ്സിലായല്ലോ? ഇനി
റൂട്ട് നോഡുകൾ എങ്ങനെ ഉണ്ടാകുന്നത് പഠിക്കാം. ഹൗ റൂട്ട് നോഡുകൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇനി വെച്ചാൽ റൂട്ട് നോഡുകളാണെന്ന് പറഞ്ഞു നേരത്തെ മനസ്സിൽ പായലടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിന്റെ വേഗം ഇങ്ങനെ മുഴകൾ കാണും. ഞാൻ റൂട്ട് നോഡുകൾ എന്ന് പറയുന്നത് അത് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിത് പായലടിയോട് നട്ടു. നട്ട പായലടിക്കാത്ത റൈസോ വൈദ്യുതിയൊന്നുമില്ല അല്ലേ. അപ്പൊ ഈ റൂട്ട് ഹെയറിന്റെ ഈ അറ്റ ഭാഗമാണ് ഇത്ര ഞാൻ വരയ്ക്കാം. ഇതൊരു റൂട്ട് ഹെയറാണ്. കൂട്ടിറങ്ങാൻ അറിയാം. അപ്പൊ പയലടി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പയലടിക്കാൻ മനസ്സിലായി ഇവിടെ ഒരു റൈസോബിയ ഉണ്ടെങ്കിൽ വന്നാൽ കൊണ്ടായിരുന്നു. കാരണം ഒരു ഗുണമല്ല. കൂട്ടുകളിനകത്ത് കയറിയ റൈസോബിയ ആയിട്ട് നൈട്രേറ്റ് ഉണ്ടാക്കി ചെടിക്ക് കൊടുക്കുകയല്ലേ ചെയ്യും. അപ്പൊ നിങ്ങളിപ്പം അടുത്ത് താമസിക്കുകയാണ്. താമസിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടുവേല ചെയ്യാൻ സഹായിക്കാൻ ഒരാളെ കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടോ അന്വേഷിക്കുന്നില്ലേ. ഇതേപോലെ ഇപ്പം അല്ലാതെ വീട്ടിൽ വരെ കാണണമെന്നൊന്നും ചോദിച്ചാക്കാൻ നടക്കാറില്ല. നമ്മൾ തിരക്ക് കണ്ടുപിടിക്കും. അതുപോലെ ഈ പയലടി വന്നപ്പോൾ പയലടി ബാക്ടീരിയ ഉണ്ടെങ്കിൽ വന്നാൽ കൊള്ളാറുണ്ടല്ലേ. ഇയാൾ എന്ത് ചെയ്യും? ഒരു കെമിക്കലിനെ പുറത്തേക്ക് അപ്പൊ ഈ കെമിക്കൽ ഇങ്ങനെ മണ്ണിലെല്ലാം വ്യാപിച്ചു മുട്ടൊക്കെ പോയി ചന്നത്തിൽ അത്യാവശ്യം മണം വ്യാപിക്കുന്നത്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ട്. കൊള്ളാം. അപ്പൊ ബാക്കി മനസ്സിലാവും പയലടി അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോഴത്തെ ഞങ്ങൾ മൾട്ടിപ്ലൈ ഒരുപാട് സമയം വേണ്ട. 20 മിനിറ്റ് ഉണ്ടാവുന്നത് അറിയാമല്ലോ. ഇതൊക്കെ പതുക്കെ ഇവിടെ വരെ വ്യാപിക്കും. മറ്റുള്ള വ്യാപിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പയലടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്ടീരിയുടെ സാധനത്തിൽ ബാക്കി ഒരു കെമിക്കലിനെ അതിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ പുറപ്പെടും. ആ കെമിക്കലിന്റെ സാധനത്തിൽ ഈ റൂട്ടിലുണ്ട് അതിലേക്ക് വളയും. ഏറ്റവും വളയും റൂട്ടിൽ അറ്റൊന്നും വളഞ്ഞു. ഈ വളയ ഭാഗത്ത് ബലം കൂടുതൽ ബലം കുറയും. അപ്പൊ അവിടെ കുറേ ബാക്ടീരിയ ആകുന്നത് കിടക്കാൻ ശ്രമിക്കും. അപ്പോഴും റൂട്ടിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാനാണ് റൂട്ട് തന്നെ ആകത്തോട്ട് ഒരു വഴി ഉണ്ടായി. ഒരു വഴി അകത്തോട്ട് ബാക്ടീരിയ വരാൻ ഒരു വഴി ഉണ്ടായി. നമ്മുടെ വീട്ടിലെ വെളിയിൽ ഒരാൾ മതി ഇങ്ങനെ ഗേറ്റ് തള്ളി പൊളിക്കും. ഇന്ന് കണ്ടു കഴിഞ്ഞാൽ തുറന്നു കൊടുക്കും. ഇയാൾ വീട്ടിൽ വെളിയിൽ ഗേറ്റ് തുറക്കാൻ പറയും. ഇവിടെ തുറക്കില്ല. അവർ അടിച്ച് പൊളിക്കാം. എനിക്ക് തുറന്ന് അത് ഗേറ്റ് പൊളിക്കാൻ. ഇതുപോലെ ഒരു വഴിയുണ്ട്. ആ വഴിയുള്ളവരാണ് ഇൻഫെക്ഷൻ ത്രെഡ്. ഇൻഫെക്ഷൻ ത്രെഡ് സ്വാഭാവികമായിട്ട് ആ വഴികളുടെ ബാക്കിലെല്ലാം അകത്ത് കിട്ടും അല്ലെ. അകത്ത് വരും. ഇവിടെ വന്ന് ഈ കോർട്ടക്സിൽ വരും. കോർട്ടക്സിന്റെ അടുത്ത് എൻഡോഡെർമിസിന്റെ അപ്പുറത്ത് പെരിസൈക്കിൾ ഉണ്ടല്ലേ. അപ്പൊ പെരിസൈക്കിൾസ് എല്ലാം ഡിവൈഡ് ചെയ്ത് വലിയൊരു മാസം ടിഷ്യൂ ഇങ്ങനെയാണെന്നുണ്ടാകുന്ന റൂട്ട് മനസ്സിലായി. പെരിസൈക്കിൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വലിയൊരു ടിഷ്യൂ ഉണ്ടാക്കി ഒരു മഴ ഉണ്ടാക്കി കൊടുക്കും. അതിനകത്ത് ബാക്കിലെല്ലാം സുഖമായിട്ട് ജീവിക്കും. അപ്പൊ വേര് അതിനാവശ്യമുള്ള ജലരോളം എല്ലാം കൊടുക്കും. സൈലൊക്കെ അങ്ങോട്ട് വളർത്തി കൊടുക്കും. അപ്പൊ ബാക്കിലോട്ട് നൈട്രോക്സൈഡ് നടത്തി കൊടുത്ത് ചെടിക്ക് കൊടുക്കും. അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റിനെ ചെടിക്ക് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കും. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. വാട്ട് ഈസ് ഇൻഫെക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ഈ പഠനത്തിന് താഴെ കുറെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എൻസൈറ്റ് അതുപോലെ പഠിച്ചു മനസ്സിലാക്കുക. അപ്പോൾ എന്താണെന്ന് ഒന്ന് ഞാൻ പറയുന്നു. റൈസോബിയ മേക്ക് കോണ്ടാക്ട് വിത്ത് ദ റൂട്ട് ഓഫ് ദ കെയർ. റൂട്ട് പിക്കേഴ്സ് റൂട്ടിന്റെ അഗ്രം വളയുന്നു. They produce invagination. ഒരു മടക്കുണ്ടാകും. സ്കാൾ ഇൻഫെക്ഷൻ ത്രെഡ് through which bacteria enter into the cortex and bacteria become rod-shaped structure and inner cortex and pericycle divides to produce a root nodule where plant produces vascular connection to be established for the exchange of nutrients. അങ്ങോട്ട് സൈലോക്ക് വളർത്തി കൊടുത്തതിനു ശേഷം ഫുഡ് അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും. Then they produce a biochemical compound കാർഡിലേക്ക് ഹീമോഗ്ലോബിൻ ആൻഡ് നൈട്രോജനസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അതിന്റെ സാന്നിധ്യത്തിൽ അവരെല്ലാം കൂടെ നൈട്രോജൻ ഉണ്ടാകും. പിന്നെ അറിയേണ്ടത് ലഘു ഹീമോഗ്ലോബിൻ നൈട്രോജനസ് എൻസൈം ഉണ്ടാകുന്നത് ഇവരൊരു കോമ്പിനേഷൻ മൂലമാണ്. ബാക്ടീരിയക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, പൈലഡിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കത്തില്ല, രണ്ടുപേരെ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇനി രണ്ട് ദിവസം ഞാൻ പറയാം.
ഈ നൈട്രോജനൈസ് സെൻസർ ഉണ്ടാകുന്ന ജീനെ നിഫ് ജീൻ എന്നാണ്. നിഫ് ജീൻ ഒരു ഇന്നയുണ്ട്. നൈട്രോ ഫിക്സേഷൻ നടത്തുന്ന ജീൻ ഒരെണ്ണമാണ്, ഫിക്സ് ജീൻ എന്നാണ്. നിഫ് ജീൻ, ഫിക്സ് ജീൻ. നിഫ് എന്തായി ഫിക്സ്. മറ്റൊന്നാണ് നോഡ് ജീൻ. നോഡ് ജീൻ 18 എണ്ണം ഉണ്ട്. ഫിക്സ് ജീൻ ഒന്നേ ഉള്ളൂ, നിഫ് ജീൻ ഒന്നേ ഉള്ളൂ. ആകെ 20 ജീൻ. ബാക്കിയൊക്കെ 20 ജീനുണ്ട്. ഈ ജീൻ ഉണ്ടെങ്കിൽ റൂട്ടിൽ ഉണ്ടാക്കട്ടെ. നിഫ് ജീൻ, ഫിക്സ് ജീൻ, നോഡ് ജീൻ. നോഡ് ജീൻ 18 എണ്ണം. നിഫ് ജീൻ എന്ന് വെച്ചാൽ നൈട്രോ ഫിക്സേഷൻ എൻസൈം ഉണ്ടാകുന്ന ജീൻ. ഫിക്സ് ജീൻ എന്ന് വെച്ചാൽ നൈട്രോ ഫിക്സേഷൻ നടത്തുന്ന ജീൻ. നോഡ് ജീനിന്റെ റൂട്ടിൽ പുഴ ഉണ്ടാകുന്ന ജീൻ. അപ്പൊ എന്തുകൊണ്ടാണ് പൈറിഡിക്കകത്ത് മാത്രമേ പുഴ ഉണ്ടാകുന്നത്? അതുമായി ബന്ധപ്പെട്ട് പൈറിഡിയിൽ ഒരു ജീനുണ്ട്. അതിന്റെ ഒരു പ്ലാന്റ് നോഡ് ജീൻ. പ്ലാന്റ് നോഡ് ജീൻ ഇതിനോട് ചേർന്നാണ് ഈ സംഭവം ചെയ്തത്. ഓക്കെ. അപ്പൊ നൈട്രോജൻ എൻസൈം എന്ന് പറയുന്ന എൻസൈമിനകത്ത് ആരടങ്ങിയിരിക്കുന്ന നേരത്തെ പറഞ്ഞു, വാട്ട് ഇസ് ആക്ടിവേറ്റർ? എംഒ മോളിബ്ഡൻ അല്ലേ, പ്ലസ് അയൺ. മോളിബ്ഡനോ അയണും കൂടെ ചേർന്നാണ് നൈട്രോജനസ് എൻസൈമിന്റെ ആക്ടിവേറ്റർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നൈട്രോജൻ എൻസൈമിനെ മോളിബ്ഡൻ ഓഫ് ഫെറഡോക്സിൻ എന്ന് വിളിക്കും. മോളിബ്ഡൻ ഓഫ് ഫെറഡോക്സിൻ എൻട്രൻസാണ് ചോദിക്കത്തുള്ളൂ, പ്രൊഡക്ട്സ് ആണ് ചോദിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനെ ഓക്സിജൻ സ്ലാബ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, ആന്റി ഓക്സിഡന്റ് എന്ന് വിളിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഈ നൈട്രജൻ ഫിക്സേഷൻ ആക്ച്വലി എങ്ങനെ നടക്കുന്നു നോക്കാം. ഒരു ചിത്രം പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡയഗ്രാം വരയ്ക്കുന്ന എന്തു എങ്ങനെയുള്ള അപ്പൊ നോക്കൂ, ഇതാണ് നൈട്രോജന്റെ മോളിക്യൂൾ. ഇൻപുട്ട് എൻ എൻ ഇടയ്ക്ക് 3 ബോണ്ടുണ്ട് അല്ലേ. ഇയാൾ എന്ത് ചെയ്യുന്നു? നൈട്രോജൻ സെൻസൈഡ് കമ്പി. ഇതാണ് നൈട്രോജൻ സെൻസൈഡ്. ലോക്കൽ ടീം അതാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇത് നൈട്രോജൻ സെൻസൈഡ്. ഇവിടെ കമ്പനി ചെയ്യാം. ഉണ്ടാകുന്ന എന്താ നോക്കൂ. കോംപ്ലക്സ്. ഇത് ഡൈനൈട്രജൻ എൻസൈം കോംപ്ലക്സ്. ഇതെന്തറിയോ, ഇവിടെ 2H+ ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ബോണ്ടങ്ങ് മുറിക്കും. നൈട്രോജൻ എൻസൈം ഒരു ബോണ്ടങ്ങ് മുറിച്ച് കളയും. അപ്പൊ വാലൻസ് ഫ്രീ ആവുമല്ലോ. അവിടേക്ക് ഒരു H+ നോക്കിച്ചു. ഇവിടെ എത്ര ബോണ്ടേ ഉള്ളൂ? 2. അപ്പൊ നൈട്രോജൻ എൻസൈം ആണ് ഈ 2 നൈട്രജൻ ഇടയ്ക്കുള്ള മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ള ഒരു ബോണ്ട് മുറിച്ചാണ്. അപ്പോൾ വാലൻസ് ഫ്രീ ആവും. അവിടേക്ക് ഒരു H+ വന്നിട്ട് ഇവിടുന്ന് ഒരു H+ വന്നു. 2 H+ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. ഇതേ പ്രക്രിയ ഒന്നുകൂടെ ആവർത്തിച്ച് സംഭവിക്കും. ആൾറെഡി ഒരു ബോണ്ട് 2 ബോണ്ട് ഒന്നുകൂടെ മുറിച്ചു. ആൾറെഡി അവിടെ H+ ഉണ്ട്, ഒരു H ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. അത് N. അപ്പൊ 2 H+ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഒരെണ്ണം ഇവിടെ ഒട്ടിച്ചു, ഒന്ന് ഇവിടെ ഒട്ടിച്ചു. ശരി. ഇവിടെ 3 ബോണ്ട്. എൻസൈം അവിടെ ഒട്ടി. എൻസൈം അതിന്റെ കഴിവ് ഉപയോഗിച്ച് ഒരു ബോണ്ട് ഞാൻ മുറിച്ചു. ഒരു വാലൻസ് ഫ്രീ ആയി. അവിടെ 2 H+ കൊണ്ട് ഒട്ടിച്ചു. വീണ്ടും ഒരു ബോണ്ട് കൂടെ മുറിച്ചു. അപ്പോൾ ഒരു 2 വാലൻസ് ഉണ്ടായി. നമ്മൾ ഓരോ വെച്ചിട്ട് ഒട്ടിച്ചു. ഒന്നുകൂടെ ആവർത്തിച്ച ആൾറെഡി 2 എണ്ണം ഉണ്ട്, ഒന്നുകൂടെ ഒട്ടിച്ചു. എന്നിട്ട് ഇതൊന്ന് വേർപിരിയും. എൻസൈം വേർപിരിയും. 2 അമോണിയായി. സോ എന്തായി? NH3 എൻസൈം വീണ്ടും പഴയ പണിക്ക് വരും. അപ്പൊ 2 അമോണിയം
നൈട്രജൻ 2 ബോണ്ടുകളും അമോണിയ ആയിട്ട്. ദിസ് ഇസ് ഹൗ നൈട്രജൻ ഫിക്സേഷൻ ഓഫ് കൺവേർഷൻ നൈട്രജൻ ടു അമോണിയ ഒക്കെ സ്വീകരിച്ചത്. മനസ്സിലായില്ലേ? പുസ്തകത്തിൽ പടം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡയഗ്രമായി വരച്ചതേ ഉള്ളൂ. ആ പടം വേണം വരച്ചത്. ഓക്കെ, സിമ്പിളാണ്. ദക്ഷിണ പടം കൊടുത്ത് ചോദിക്കുക എന്ത് പ്രക്രിയ, ആരാണ് എൻസൈം എന്നൊക്കെ ചോദിക്കും. ഇതൊന്ന് ചുരുക്കാൻ കഴിയുമോ? ഇതിന് എത്ര അമോണിയ വേണം, അല്ല എത്ര അമോണിയ ഉണ്ടാവും, എത്ര നൈട്രജൻ വേണം, എത്ര പ്രോട്ടോൺ വേണം എന്നൊക്കെ നോക്കും. ഇവിടെ ATP ആവശ്യം. ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ 5.3 ATP വേണം കേട്ടോ. എനർജി ഉപയോഗിച്ചാൽ ചെയ്യും. ഇവിടെ വേണം 5.3, ഇവിടെ വേണം 5.3. ടോട്ടൽ 16 ATP വേണം. 5.3, 5.3, 5.3. മൊത്തം 3 ബോണ്ട് പോയിക്കണെങ്കിൽ 16 ATP വേണം. ഒരു ചോദിക്കാത്ത ATP വേണം. എത്ര വേണം? 16. അപ്പോൾ നോക്കൂ, ഈ ഇക്വേഷൻ N2 പ്ലസ് 8 ഇലക്ട്രോൺ പ്ലസ് 8 പ്രോട്ടോൺ പ്ലസ് 16 ATP gives 2NH3 പ്ലസ് H2 പ്ലസ് 16 ADP പ്ലസ് 16 P. ATP, ADP പ്ലസ് P. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ കൊടുത്തിട്ട് ചോദിക്കും എന്തോ പരിപാടി. ഈ ഇക്വേഷൻ കൊടുത്തിട്ട് ഇതെന്തുവാണ്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അടുത്ത ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? നൈട്രോജനേസ്. എത്ര ATP വേണം? 16. 8 H വേണം. എന്തായിരിക്കും? 6 എണ്ണം എടുത്തോളൂ, 2 എണ്ണം ചെയ്യും. 2 എണ്ണം H2 ഉണ്ടാകും. ഇക്വേഷൻ അങ്ങനെ വേണം. ഒരു വിഷയം ചോദിച്ചു, ഒരു അമോണിയ ഉണ്ടായാൽ എത്ര ATP ഉണ്ടാകും? എത്ര വേണം? 2 അമോണിയ ഉണ്ടായാൽ 16 ആണെങ്കിൽ 8 എണ്ണം. അത് ഓർത്തോണ്ട് ഇതാണ് എന്ത്? ദിസ് ഇസ് കാൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ரொம்ப അടിപൊളിയാണ്. നിങ്ങൾ നോക്കി, ആരാണ്? അമോണിയ വിഷമാണ്. നിങ്ങൾ ചേർക്കാറുണ്ട് വിഷമാണ്, ചെടിക്കാറും വിഷമാണ്. മാരമായ വിഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഇത് പയറിരിക്കാതെ പാരയായാലും റോഡിൽ കിടന്ന ഒരു ബാക്കിനെ പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തി താമസിക്കാൻ സ്ഥലവും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അയാൾ വിഷം ഉണ്ടാക്കി. അപ്പം നിങ്ങൾ റോഡായ ഒരു പിച്ചക്കാരൻ കൊണ്ടി കിടക്കുന്നു. നിങ്ങൾ അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുത്ത് വീട്ടിൽ മുറിയും കൊടുത്ത് ആവശ്യമാകാൻ പറയും. നിങ്ങൾ നല്ല മനസ്സ്. രാത്രിയായി നോക്കുമ്പോൾ കാണാം എന്തോ ശബ്ദം വീടിന്ന് കള്ളവന്ന് അടിക്കും. ആൾക്കാരെ കൂട്ടി പിടിച്ചാൽ നിങ്ങൾ കുടുങ്ങിയില്ലേ? ഇതേ അവസ്ഥയാണ് അല്ലേ? റോഡിൽ കിടന്ന് ബാക്കി കയറിയിരിക്കാൻ വഴി കൊടുത്ത് സംഭവം കൊടുത്ത് എല്ലാം കൊടുത്ത് ഫുഡും കൊടുത്ത് അയാൾ നൈട്രജൻ പിടിച്ച് 2 അമോണിയാക്കി ചെടിക്കകത്ത് റൂട്ടിനകത്ത് ഇട്ടിരിക്കുക. അമോണിയ വിഷമാണ്. ഈ അവസ്ഥ എന്ത് ചെയ്യും? ഈ അവസ്ഥ ചെടി ഒരു കാര്യം ചെയ്താൽ ഈ വിഷമായ അമോണിയായെ ഓർഗാനിക് ആസിഡ് ഉണ്ടാകും പൊതി. നിങ്ങളെല്ലാം വീട്ടിൽ കുറച്ച് ചിക്കനെല്ലാം വാങ്ങിച്ച് തിന്നു, അതിൻ്റെ എല്ലും എല്ലാവരുടെ പാത്രത്തിൽ അടച്ചിട്ടേക്കുന്നു. ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, 50ാമത്തെ നിലയിൽ. രാവിലെ പുറത്തിറങ്ങാൻ പറ്റും ഫ്ലാറ്റ്. അപ്പോൾ ബന്ദ് ഹർത്താൽ, ഫ്ലാറ്റിൽ പുറത്തിറങ്ങാൻ പാടില്ല. ഉദ്ദേശം 5 ദിവസത്തേക്ക് ബന്ദ്. ഈ ചിക്കൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യും? ഫ്രിഡ്ജിനകത്ത് അടച്ചു വെക്കാറുണ്ട് 5 സ്ഥലം. നിങ്ങൾ കുറെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് അത്രത്തോളം മണമൊന്നും പുറത്ത് വരാതെ സെല്ലോട്ടോ വെല്ലോട്ടിട്ട് ബന്ധുവരാക്കി കടക്കൊണ്ട് വെച്ചതല്ലേ, ഒരു മണം പുറത്ത് വരാതെ അങ്ങനെ ചെയ്തില്ല. ഇതേപോലെ തന്നെ ചെടി ചെയ്യുന്നു. ഈ അമോണിയായ ഓർഗാനിക് ആസിഡ് പൊതി. പക്ഷെ അമോണിയ ഹൈ റിയാക്റ്റീവ് ആണ്. അയാൾ ഓർഗാനിക് ആസിഡ് റിയാക്ട് ചെയ്യും. അപ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നു അമിനോ ആസിഡാണ്. അപ്പം ഇതിന്റെ അമോണിയ റിയാക്ട് വിത്ത് ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസിങ് അമിനോ ആസിഡാണ്. അത് ഗുണമായല്ലോ. അവിടെ ആസിഡ് ചെടിക്ക് വേണം, നല്ല കാര്യമല്ലേ? അങ്ങനെയാണ് ഈ ചെടി ഇതിനെ ഗുണപരമാക്കിയത്. സോ ഹൗ ദി അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻടു അമിനോ ആസിഡ്, അത് നമ്മൾ പഠിക്കുന്നത് ബൈ റിയാക്ടിങ് വിത്ത് ഓർഗാനിക് ആസിഡ്സ്. ഓക്കെ, അതെങ്ങനെ നടക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാം. അത് നടക്കുന്നത് ഒരു റിയാക്ഷന് പരമായിട്ടാണ്. അതിന്റെ പേരാണ് റിഡക്റ്റീവ് അമിനേഷൻ.
റിഡക്റ്റീവ് അമിനേഷൻ എന്ന വിദ്യ ഉപയോഗിച്ചാണ് ഇത് അമിനോ ആസിഡായി മാറുന്നത്. ഞാൻ നോക്കിക്കോളൂ, നേരത്തെ NH3 ഉണ്ടായാലും അതിനെ പ്രോട്ടോണുമായി ചേർത്ത് NH4+ ആണ്. അപ്പൊ ഈ പ്രോട്ടോണൈസേഷൻ NH3യെ ഒരു പ്രോട്ടോണുമായിട്ട് ചേർത്ത് NH4+ ആണ്. എന്നിട്ട് അതിനെ ഒരു ഓർഗാനിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുക. അതിന്റെ പേര് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്നാണ്. ഈ കമ്പൈൻസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് പ്ലസ് NADPH gives glutamate plus H2O plus NADP. ഈ ഗ്ലൂട്ടാമേറ്റ് ആണ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് കിട്ടി. അപ്പൊ വിഷകരമായ അമോണിയായ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് കമ്പൈൻ ചെയ്യിച്ചിട്ട് ഗ്ലൂട്ടാമേറ്റ് ആക്കി മാറ്റി. പ്രശ്നമില്ല, അമിനോ ആസിഡ് കിട്ടി. ഈ റിയാക്ഷന്റെ എൻസൈമിന്റെ പേര് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് വെക്കിട്ട് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ്. എൻസൈമിന്റെ പേര് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇങ്ങനെ ചെടി എന്ത് കിട്ടി? ഇതെവിടെ നടക്കുന്നത്? പയറിയുടെ റൂട്ടിലാണ് നടക്കുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡ് ആരും എടുക്കാം? പയറിലേക്ക് എടുക്കാം. ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്, ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് ഭയങ്കര ഒരു കിടില അമിനോ ആസിഡ്. ആകെ 20 അമിനോ ആസിഡ് ഉണ്ട്. അത് 17 എണ്ണം ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇയാൾ പല അമിനോ ആസിഡിന്റെ പ്രിക്കേഴ്സർ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമിനോ ആസിഡാണ്. നിങ്ങളുടെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് പലഹാരം ഉണ്ടാക്കാം. അല്ലെ, പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, പിന്നെ ഉഴുവട ഉണ്ടാക്കാം, ഗോതമ്പൂട്ടുണ്ടാക്കാം, എന്തും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ പോലെ ഗ്ലൂട്ടാമിക് ആസിഡ് ഗ്ലൂട്ടാമേറ്റ് ഈസ് ഇമ്പോർട്ടന്റ് അമിനോ ആസിഡ് ഫ്രം വിച്ച് അത് 17 അമിനോ ആസിഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ കുറിച്ച് പഠിക്കാം. അതിനുള്ള ട്രാൻസ് അമിനേഷൻ. അപ്പൊ ഇത് ഓർമ്മ റിഡക്റ്റീവ് അമിനേഷൻ. എൻസൈമിന്റെ പേര് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഒന്ന് പറയുമ്പോൾ ഓർത്തോ. അപ്പൊ ഈ ഗ്ലൂട്ടാമേറ്റ് മറ്റു അമിനോ ആസിഡിലേക്ക് അസ്പാർട്ടിക് ആസിഡാക്കി മാറ്റാൻ പോകാം. എങ്ങനെ മാറ്റാൻ നോക്കും? ആ മാറ്റുന്നതിന്റെ പേരാണ് ട്രാൻസാമിനേഷൻ. ഗ്ലൂട്ടാമിക് ആസിഡ് എങ്ങനെ അസ്പാർട്ടിക് ആസിഡ് ആക്കാം നോക്കൂ. ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. CO മൈനസ് H NH3 പ്ലസ് R1. ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിനെ ഒരു കീറ്റോ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുക. ഇത് കീറ്റോ ആസിഡ് എന്ന് പറഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതാണ് കീറ്റോ ആസിഡ്. R2C കീറ്റോ ആസിഡ് അല്ലേ, കീറ്റോ ഗ്രൂപ്പ് അല്ലേ, C ഡബിൾ ബോണ്ടോ. എന്നിട്ട് എന്ത് പറയുമോ, ഇതിന്റെ അമിനോ ഗ്രൂപ്പിനെ ഇവിടെ കൊണ്ടുപോകും. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അമിനോ ഗ്രൂപ്പ് ഓഫ് എ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് ട്രാൻസ്ഫർഡ് ഇൻടു ദ കീറ്റോ ഗ്രൂപ്പ് ഓഫ് എ കീറ്റോ ആസിഡ്. We can produce a new acid. ഇതിന്റെ അമിനോ ആസിഡ് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് നോക്കുള്ളൂ. ഇത് റിവേഴ്സുകളാണ് കേട്ടോ. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാം. R1 C CO minus O plus R2 C CO minus H NH3. ഇവിടെ ഇത് കാണുന്നില്ല. നമുക്ക് R1 ഇവിടെ എന്ത് വരുന്നു? NH3 ആയിരുന്നു. R2 ഇവിടെ കീറ്റോ ആയിരുന്നു. ഇവിടെ നോക്കി, R2 ഇവിടെ അമിനോ ഗ്രൂപ്പ് വന്നു, R1 ഇവിടെ കീറ്റോ ഗ്രൂപ്പ് വന്നു. ഒരു എക്സ്ചേഞ്ച്, ഒരു അമിനോ ആസിഡ്. അതായത് ഹൗ ക്യാൻ യു കൺവേർട്ട് വൺ അമിനോ ആസിഡ് another അമിനോ ആസിഡ് by taking the amino acid from taking the amino group from an amino acid and adding, exchanging it with the keto group of a keto acid, we can make another amino acid. അപ്പോൾ ഇതിന്റെ പേരാണ് കിട്ടി. നമുക്കിപ്പോൾ ഇതാണ് വേണ്ടിയിരുന്നത്. കീറ്റോ ആസിഡ് കിട്ടി. ഇപ്പൊ പുതിയ അമിനോ ആസിഡ് നമുക്ക് കിട്ടി അല്ലേ, R2 ആണ്. ഇതിന്റെ പേരാണ് അസ്പാർട്ടിക് ആസിഡ്. Aspartic acid. So, how can we convert one amino acid to another one? This amino group of one amino acid is of a
transferred into a keto group of a keto acid. Amino group of an amino acid is transferred into a keto group of a keto acid. We can reduce the keto acid into other amino acids. അതനുസരിച്ച് അമിനോ ആസിഡ് ആയ ഗ്ലൂട്ടാമിക് ആസിഡിനെ നമ്മളിപ്പോൾ അസ്പാർട്ടിക് ആസിഡ് ആക്കി മാറ്റി. എൻസൈമിന്റെ പേര് ട്രാൻസാമിനേസ് എന്നാണ്. ട്രാൻസാമിനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. അപ്പോൾ ഒരു പരീക്ഷ ചോദിച്ചതെന്ന് പറയുമ്പോൾ ട്രാൻസാമിനേഷന്റെ എൻസൈമിന്റെ പേര് ട്രാൻസാമിനേസ് എന്നാണ്. The name of enzyme for transamination is transaminase. What is the enzyme for reductive amination? Reductive aminase എന്തെടുക്കും അല്ലേ? ആണോ? അല്ല, reductive amination enzyme പേര് glutamate dehydrogenase എന്നാണ്. എനിക്ക് ചോദിച്ചാൽ മതി. കറക്റ്റായിട്ട് ചോദിച്ചു. Okay, converted to glutamic acid, aspartic acid by taking the amino group of amino acid and replacing it with the keto group of the keto acid, we can produce amino acid. Simple അല്ലേ? ഈ കെമിസ്ട്രി ആണ് അത് വരച്ച് പഠിച്ചോ. ഓക്കെ, ഇതിനകത്ത് നോക്കി നിങ്ങൾ ഈ എച്ച് കാര്യങ്ങൾ മാറി പഠിക്കുന്നത് ബാലൻസ് ഫീൽ ചെയ്യാനാണ്. ഇവിടെ 4 ബാലൻസ് ഉണ്ട്, ഇവിടെ 4 ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് എച്ച് ഇങ്ങോട്ട് വായിക്കും. ഇനി അടുത്തത് അമൈഡ്സ്. അമൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ they are derivatives of amino acid. അമിനോ ആസിഡിൽ ഡിറൈവ് ചെയ്തിരുന്ന സാധനത്തിനാണ് അമൈഡ് എന്ന് വിളിക്കുന്നത്. ഫോർ സ്റ്റോറേജ് പർപ്പസ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് അരി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യും? കുറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 5-6 കിലോ അരി വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചു. ചടങ്ങിന് വേണ്ടി എടുക്കാൻ പെട്ടെന്ന് ആ ചടങ്ങ് റദ്ദായി. അവർക്കൊന്ന് പോവേണ്ടി വരും ദൂരോട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ട് 5 കിലോ അരി എടുത്തിട്ട് കുതിർത്ത് 5 കിലോ അരി നിങ്ങൾ തന്നിട്ട് അവരും പോയി. നിങ്ങളെന്ത് ചെയ്യും? അടുത്ത ദിവസത്തെ അത് ചീഞ്ഞു അല്ലേ, അഴിയും. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് തോർത്തെടുത്ത് പൊടിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമല്ലോ, എത്ര കാലം ഇരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ അരിപ്പൊടിയാക്കി മാറ്റി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാലത്തേക്ക് വെച്ചുകൊണ്ടിരിക്കാനല്ലേ. അതുപോലെ നമുക്ക് അമിനോ ആസിഡിനെ കുറേ കാലം സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ രൂപം മാറ്റി അമീഡുകളാക്കി മാറ്റാം. സോ വാട്ടർ അമൈഡ്, ദേ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് അമിനോ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഫോർ സ്റ്റോറേജ് പർപ്പസസ്. അല്ലെ, സ്റ്റോറേജ് പർപ്പസ് എങ്ങനെയാണെന്നറിയാം? അമിനോ ആസിഡ് അമൈഡ് ആകുന്നത് ഒന്നുമില്ല. ഒരു അമിനോ ആസിഡിന്റെ ഒരു OH ഗ്രൂപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, NH2 ഗ്രൂപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു അമിനോ ആസിഡ് OH ഗ്രൂപ്പിനെ മാറ്റി അവിടെ NH2 ഗ്രൂപ്പ് ഒട്ടിച്ചു കൊടുത്താൽ അത് അമൈഡായി മാറും. ഗ്ലൂട്ടാമിക് ആസിഡ് എഴുതാൻ പോകും. ദിസ് ഇസ് ഗ്ലൂട്ടാമിക് ആസിഡ്, CHCOO മൈനസ് NH3RO. ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലേ. ഞാൻ ഇതിന്റെ ഇതെന്ന് പറഞ്ഞു എന്താ, എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? CRO CO NH2 കണ്ടോ? ഇപ്പോൾ ഇത് അമൈഡാണ്, ഇത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഇതിപ്പോ ഗ്ലൂട്ടാമൈൻ, ഇത് ഗ്ലൂട്ടാമൈൻ ആണ്. ഗ്ലൂട്ടാമൈൻ, ഗ്ലൂട്ടാമൈൻ ഇസ് an amide of glutamic acid. എന്തിനുണ്ടാക്കി? അതിന് OH ഗ്രൂപ്പ് is replaced with NH2 ഗ്രൂപ്പ്. ഇത് പരീക്ഷ ചോദിച്ചത് അമൈഡിലാണോ അമിനോ ആസിഡാണോ നൈട്രേറ്റ് കൂടുതലെന്നാണ്. അന്നത്തെ അമൈഡിലാണ് 2 നൈട്രേറ്റ് ഉണ്ടല്ലോ, 2 NH2 ആണ്. ഇതുപോലെ അസ്പാർട്ടിക് ആസിഡിനെ അസ്പാർജിൻ ആക്കി മാറ്റാം. അസ്പാർട്ടിക് ആസിഡ് can be converted into അസ്പാർജിൻ. ഇനി സോയാബീൻ എന്ന ചെടിക്കകത്താണെങ്കിൽ അമിനോ ആസിഡ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയല്ല, യൂറീഡ്സ് എന്നൊരു കോമ്പൗണ്ടാണ്. ഇൻ സോയാബീൻ അമിനോ ആസിഡ്സ് ആർ കൺവേർട്ടഡ് ആൻഡ് സ്റ്റോർഡ് ആസ് യൂറീഡ്സ്. ഹൈ എമൗണ്ട് ഓഫ് നൈട്രജൻ ആൻഡ് കാർബൺ റേഷ്യോ നമ്മൾ വലിയ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് പോയിന്റ് ആണ്. സോയാബീൻ ട്രാൻസ്ഫർ ഫിക്സ്ഡ് നൈട്രജൻ ആസ് യൂറീഡ്സ്. സോയാബീൻ പ്ലാന്റ്സ് പഠിച്ചോളൂ. excess amino acid stored in the form of urides which contain high amount of nitrogen and carbon. The amides carried to leave through xylem along with the translocation water. അമൈഡിനായിട്ട് ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് ഈ ചന്ദനുള്ളത്. പിന്നീട് പഠിക്കുക, എന്തെങ്കിലും ഡോക്ടറുടെ ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് പഠിച്ചു. ഇന്ന് പഠിച്ച 4 മാർക്ക് ചോദ്യം നിർബന്ധമാണ്. ഓക്കെ, എന്ന സ്കൂളിൽ ഞാൻ പറഞ്ഞു.